ഗുഡ് മോർണിംഗ്. ഹരിദാസ് ചേട്ടാ നമസ്കാരം. രമൻ സാറേ നമസ്കാരം. സെറ്റല്ലേ എല്ലാം? യെസ്, ഗുഡ് മോർണിംഗ്. എല്ലാം സെറ്റ് അല്ലേ? Good morning, sir. എത്തിയോ? എല്ലാരും എത്തിയോ? ഓക്കെ ലീഡേഴ്സ്, ശ്രദ്ധിക്കൂ അമ്പാനെ. കാര്യങ്ങൾ നടക്കട്ടെ. 15 പേര്. ഓക്കെ, അപ്പൊ എങ്ങനെ ഇന്നലത്തെ കാര്യങ്ങൾ ആരാ സംസാരിക്കുന്നത്? പറയൂ. ഇന്ന് എന്ത് സംസാരിച്ചു? എന്തൊക്കെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു? ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ? ഓക്കെ, വീഡിയോ ഓണാവട്ടെ, കാര്യങ്ങൾ ഉഷാറാവട്ടെ, സെറ്റ് ആവട്ടെ. പറയൂ, ആരെങ്കിലും ഒന്ന് സംസാരിക്കും. ഞാനൊന്ന് വാമാവട്ടെ. ഞാനിങ്ങനെ അവിടെ തണുത്തു ഇതായിട്ട് ഇരിക്കുക. രാമേന്ദ്ര സാറേ, അല്ല, എനിക്ക് രാവിലെ തന്നെ അക്കടി പറ്റി. ഞാൻ ആദ്യം ഇത് കയറിയിട്ട് ഞാൻ ലെഫ്റ്റായി. കാരണം ഇപ്പൊ ആദ്യം കണ്ട പേര് ബർത്ത്ഡേ മസ്കരാനസ് എന്നാണ്. അപ്പൊ ഞാൻ വിചാരിച്ച സ്കോമിൽ ലിങ്ക് മാറിപ്പോയി. ഞാൻ ലെഫ്റ്റ് ആയിട്ട് വീണ്ടും തിരിച്ചു വന്നത്. ബർട്ടേൽ മസ്കരാനസ്, നോട്ട് എ മല്ലു. ആക്ച്വലി പുള്ളിക്കാരി, ഷീസ് അവർ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനർ. ഷീ വിൽ ബി ടേക്കിംഗ് ക്ലാസ്സസ് ആക്ച്വലി. രാവിലെ കണ്ട പേരെല്ലാം പുതിയ പേരായിരുന്നു. അപ്പൊ ഞാൻ സൂം ലിങ്ക് തിരിച്ച് ഇന്നലെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പൊ ശ്രദ്ധിക്കാൻ വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. ഷീസ് ആക്ച്വലി ഷീസ് ഫ്രം ഗോവ. എന്റെ കൊളീഗാണ്. ഷീസ് എ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനർ. പുള്ളിക്കാരുടെ സെഷൻ വരുന്നുണ്ട് നമുക്ക്. മേ ബി ഇപ്പൊ കുറച്ച് ബിസിയാണ്. പുള്ളിക്കാരി ഒരു കോളേജായിട്ട് അസോസിയേറ്റ് ചെയ്തോണ്ടിരിക്കുക. മോർണിംഗ് ആക്ച്വലി മേ ബി നെക്സ്റ്റ് വീക്ക് പുള്ളിക്കാര് 1 or 2 എങ്ങനെ സംസാരിക്കണം, എന്ത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വേണം എന്നതിനെ കുറിച്ചിട്ടൊരു ഡിസ്കഷൻ അടുത്ത ആഴ്ചയുണ്ട്. സോണി സാറേ, ഇംഗ്ലീഷ് പഠിക്കാൻ തയ്യാറായിരിക്കും. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാതിരിക്കും. അതൊക്കെയാണ് നമ്മുടെ പോളിസി. എന്തൊക്കെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ചെയ്യണോ അതൊക്കെ നമ്മൾ പഠിപ്പിക്കും. ഓക്കെ, യെസ്. അപ്പോ എങ്ങനെ തുടങ്ങല്ലേ? പറയും അഭിരാമേ. അഭിരാം ഇന്നലെ ഉണ്ടായിരുന്നില്ല അല്ലെ? കുറച്ചു നേരം ഉണ്ടായിരുന്നു. ആരെന്നലെ ഫുൾ ടൈം ഓക്കെ, പറയും മുനീർ സാറേ. പറയും, ഓരോരോ ടീം ലീഡേഴ്സിനെ എങ്ങനെ പിടിക്കുക നല്ലത്. അപ്പോഴാണ് ഉത്തരവാദിത്തം. പറയും. Good morning. ഇന്നലത്തെ പുതിയ ആളുകളൊക്കെ ഉണ്ടല്ലോ. വെൽക്കം സിജു. യെസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിഒയുടെ റോളാളെ കുറിച്ചാണ്. ഓൾസോ സിഒസ്. ഒറ്റ സെക്കൻഡ് മുനീർ സാറേ. ആ ടീം ലീഡേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം. ടീമുകള് പലരും ഇന്ന് മടി പിടിക്കുന്ന ദിവസമാണ്. എന്നിട്ട് തണുപ്പ് കൂടുതലുണ്ടോ നാട്ടില്? മനുഷ്യ മഴ മുഴുവൻ ബാംഗ്ലൂർ, നാട്ടിലാണെങ്കിലും തണുപ്പ് മുഴുവൻ ബാംഗ്ലൂരാണ്. എന്നിട്ട് ഞാൻ കയറിയിരിക്കുന്നത്. ഞാൻ ഇവിടെ വണ്ടി വീട്ടിൽ നിന്ന് ഓടിച്ച് ഓഫീസിൽ വന്നിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. തണുപ്പ് ഉറങ്ങാൻ സമ്മതിക്കല്ലേ? ടീം ലീഡേഴ്സ് ശ്രദ്ധിക്കുക. എനിക്ക് 1-2 ടീം ലീഡേഴ്സിനെ കാണാനല്ലേ. ഓക്കെ, ശരി, പറയും മുനീർ സാർ.
സിഒസിന്റെ റോൾസിനെ കുറിച്ചാണ് പറഞ്ഞത് ഇന്നലെ സംസാരിച്ചത്. ആ ഉം, ഉം, ഓക്കെ. ഉം, സിഒയുടെ പ്രധാന ഉത്തരവാദിത്വം എക്സിക്യൂഷൻ ആണ്. ഉം, അതേപോലെ തന്നെ അതിന്റെ വിഷന്, മിഷന്, ഡയറക്ഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സിഒയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഉള്ളത്. ഉം, സിഒസ് 4 ടൈപ്പ് സിഒസ് ആണുള്ളത്. ടെക്നീഷ്യൻ, മാനേജർ, ഓണർ ആൻഡ് ഇൻവെസ്റ്റർ. ഉം. അതുപോലെ സിഒക്ക് ഉണ്ടായിരിക്കുന്ന ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി, പ്രോസ്പെരിറ്റി ആൻഡ് മാനിറ്റി, ഇത്ര കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതേപോലെ നമ്മൾ ചരമക്കുറിപ്പ് എഴുതാനും ഓരോരുത്തരുടെയും ചരമക്കുറിപ്പ് എഴുതാനും കൂടെ ഇന്നലെ ട്രൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിനെ കുറിച്ച് സംസാരിച്ച് നമ്മൾ എന്തായാലും പോണം. ഇന്നലെ പേഴ്സണലി എനിക്ക് ഒരുപാട് മെസ്സേജ് കിട്ടി. സാറേ ഇതെന്താണ് ഫേക്ക് ചരമക്കുറിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ചിലർ അയച്ചിട്ടുണ്ടായിരുന്നു. ചരമക്കുറിപ്പ് മറ്റേ ആദരാഞ്ജലികൾ അർപ്പിച്ചവരുണ്ടായിരുന്നു ഗ്രൂപ്പില്. പലർക്കും അതാണ് ക്ലാസ്സിന് കൃത്യമായിട്ട് കയറി കഴിഞ്ഞാൽ ഇമാതിരി പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചരമക്കുറിപ്പ് ഇടാത്ത മഹാന്മാരോട് ഒന്നേക്ക് പറയാനുള്ളൂ, നിങ്ങൾക്കൊന്നും ടാർഗറ്റ് ഇല്ല, ഡെസ്റ്റിനേഷൻ ബോർഡ് ഇല്ലാത്ത ബസ് പോലെ തന്നെയാണ്. അത് എഴുതാൻ മടിയാണ്, ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് എഴുതാൻ മടിയാണ്. ഇനി അതുപോലെ ആയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ ഒരു നല്ല ചരമക്കുറിപ്പ്, സ്വന്തമായിട്ടൊരു ചരമക്കുറിപ്പ് എഴുതാൻ പോലും ധൈര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എഴുതണമെന്നേ, എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അതിലേക്ക് എത്തണം. അതായത് ലോകം മുഴുവൻ ആദരിച്ച് എന്താ സമൂഹത്തിലെ പ്രമുഖ വ്യക്തികൾ അനുശോചനം അറിയിച്ചു എന്ന് പറയണമെങ്കിൽ സമൂഹത്തിലെ പ്രമുഖ വ്യക്തികൾ നമ്മളെ അറിയണല്ലോ. അത് ചുമ്മാ മറ്റേ രാവിലെ എടുത്തിട്ട് കത്ത് എഴുതിയിട്ടോ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടോ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. നമ്മൾ ചെയ്ത പ്രവൃത്തി കൊണ്ടായിരിക്കുമല്ലോ. അതിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങൾ വരും: ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി, പ്രോസ്പെരിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി. എസ്പെഷ്യലി ആദ്യത്തെ 3 ആളുകൾ പ്രാധാന്യം കൊടുക്കില്ല, 4ാമത്തെ കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. ദാറ്റ്സ് കോൾഡ് ഹ്യൂമാനിറ്റി. മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യം നിങ്ങൾ സമൂഹത്തിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശ് വേണം, അല്ലേ? കയ്യിൽ കാശ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി വേണം, നിങ്ങളുടെ കമ്പനിയിൽ പ്രൊഡക്റ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണം. അപ്പോഴാണ് നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാവുള്ളൂ. യൂസഫ് അലി എങ്ങനെയാണ് ഹ്യൂമാനിറ്റി ഏരിയയിലേക്ക് ഇപ്പൊ ഇറങ്ങിയത്? അദ്ദേഹത്തിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, അപ്പൊ ഇറങ്ങി. അഭിരാമിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെങ്കിൽ അഭിരാം ഇറങ്ങും. അല്ലാണ്ട് കയ്യിൽ 5 പൈസ ഇല്ലാണ്ട് വീട്ടില് ദാരിദ്ര്യം, പട്ടിണി, ചെയ്ത ബിസിനസ് ഒക്കെ പൊട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് രാഷ്ട്രീയം കളിക്കാനും ഹ്യൂമാനിറ്റിക്ക് പോരുത്. കയ്യിൽ കാശ്, സ്വന്തം വീട്ടിലെ മനുഷ്യത്വമാണ്. സ്വന്തമായിട്ട് ആദ്യം മനുഷ്യത്വം കാണിക്കണം, സ്വന്തം വീട്ടിൽ കാണിക്കണം. EMS പറഞ്ഞ പോലെ ആദ്യം സ്വന്തം വീട്ടിൽ തന്നെ, മനസ്സിലായില്ലേ? സ്വന്തം വീട്ടിൽ നിന്ന് ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുക. അവിടെ പല ബിസിനസ്സുകാരും ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ കുറച്ച് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ മഹാന്മാരുണ്ട് ഇവിടെ. എന്നിട്ട് അവസാനം എന്താ ഉണ്ടായ? നാട്ടിൽ നെറ്റ്വർക്ക് എല്ലാം ഉണ്ടായ കുറെ ശത്രുക്കൾ ഉണ്ടായി, എതിർ പാർട്ടിക്കാര്. അങ്ങനത്തെ കുറച്ച്. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവര് കച്ചവടം നമ്മുടെ കച്ചവടം കൂടി നശിപ്പിക്കും. അപ്പോ വളരെ ശ്രദ്ധിച്ചിട്ട്, ഞാനൊക്കെ ഒരു കാര്യം പറഞ്ഞു, എനിക്കൊന്നും രാഷ്ട്രീയമൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയം ഇല്ലാതിരുന്നിട്ടൊന്നല്ല. നമ്മളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ എന്താ പറയാ ഈ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ പോലും നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഇടുന്നത്. അതിന്റെ ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യത്വത്തിനാണ്. അതിൽ രാഷ്ട്രീയം കാണാറില്ല. രാഷ്ട്രീയം ഇട്ട് കഴിഞ്ഞാൽ അപ്പോ അപ്പുറത്തെ പാർട്ടിക്കാർ വെച്ച് തേക്കല്, ഇങ്ങോട്ട് അങ്ങോട്ട്. പരമാവധി ഇതിനൊന്നും പോവാതിരിക്കുക. എല്ലാം ഏറ്റുവാങ്ങിയതിനു ശേഷം എന്റെ കച്ചവടം മോശം എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നമ്മൾക്ക് സിഇഒക്ക് ആദ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത് വിഷനാണ്, അത് കഴിഞ്ഞാൽ മിഷനാണ്, അത് കഴിഞ്ഞാൽ ഡയറക്ഷനാണ്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങളൊരു ഗൂഗിൾ മാപ്പായിട്ട് വർക്ക് ചെയ്യണം. നിങ്ങളുടെ കമ്പനിയുടെ ഗൂഗിൾ മാപ്പ് ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവണം, മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവണം. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം വിട്ടുപോയി തോന്നുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലേണിംഗ് ആണ്. ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സിഇഒ. ഒരാളും ചെയ്യാത്ത, അല്ലെങ്കിൽ ഇതിലിരിക്കുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ഈ പ്രോഗ്രാമെങ്കിലും നടത്താൻ, ഈ പ്രോഗ്രാമിൽ വന്ന് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ഒരു തോന്നിയില്ല. അതിന് ഞാൻ അഭിനന്ദിക്കുക. ഇത് എത്രയോ പേര്, 100 കണക്കിന് പേര്, ഹരിദാസ് ഏട്ടാ, 4000 പേര് ആളുകൾക്ക് നമ്മുടെ മെസ്സേജ് പോയിട്ടുണ്ട്. അതിനപ്പുറം നിങ്ങളൊക്കെ പോലെ ആൾക്കാർ ഷെയർ ചെയ്ത മെസ്സേജുകൾ പോയിട്ടുണ്ട്. 4000 പരം സിഇഒസിന്, കമ്പനികളുടെ ഓണേഴ്സിന്. അതിൽ നിന്ന് 40ഓ 50ഓ, ഈവൻ ഇന്നലെ നമുക്ക് 140ഓളം ടീം മെമ്പേഴ്സിൽ ഗ്രൂപ്പിൽ വന്നു. ഇത്രയും ആളുകൾ ഇതിനെക്കുറിച്ച് ഒന്ന് ഗ്രൂപ്പിലേക്ക് വന്ന് ഇതെന്താ സംഭവിക്കുന്ന അറിയാൻ വന്നില്ലേ? അതേപോലെ 19 പേര് അല്ലെങ്കിൽ 40-45 പേര് അറ്റൻഡ് ചെയ്യുന്നില്ലേ ക്ലാസ്? അതന്നെ വലിയ കാര്യമാണ്. കാരണം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 55 വയസ്സുള്ള ആൻസി മാഡം ചിന്തിക്കുകയാണ്, ഇനി ഞാൻ എന്താ പഠിക്കാനുള്ളത്? ഞാൻ ഓൾറെഡി പിള്ളേരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്, ഇനി ഞാൻ എന്താ പഠിക്കാനുള്ളത്?
എന്നാൽ 18, 20, 25 വയസ്സുള്ള സിഇഒസ് കമ്പനി തുടങ്ങിയവർ വിചാരിക്കുകയാണെങ്കിൽ എനിക്കിതെല്ലാം അറിയാം, പിന്നെ ഇയാൾ എന്ത് പറഞ്ഞു തരാനാണ്? ഒരു കാര്യമില്ല. സിഇഒസ് ഡിസീസ് സെന്ററും സോണി സാറ് പറയാണ്, ഞാൻ കച്ചവടം ഒരുപാട് കാലം കച്ചവടം നടത്തിയ ആളല്ലേ, ഇനി എന്താ ഞാൻ പഠിക്കാനുള്ളത്? എനിക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് എല്ലാം അറിയാലോ. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, കോൺട്രാക്ടുകളെ കുറിച്ചിട്ടും അവിടുത്തെ ആളുകളെ കുറിച്ചിട്ടും. ശ്രീജിത്ത് കേസ് എന്തായാലും പുതിയതായിട്ട് നെറ്റ് റെഫറൻസ് ഒന്നും തരാൻ പോകുന്നില്ല. ചിലരോട് വന്നിരിക്കുന്നത് പഠിക്കാനല്ല, അപ്പുറത്തുള്ള ആൾക്കാരായിട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കച്ചവടം ഉണ്ടാക്കാൻ മാത്രം. പഠിക്കാൻ അത് ചെയ്യുന്നത് തെറ്റാണെന്നല്ല. അപ്പോ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, ആ പോയിന്റ് വിട്ടുപോയത് കൊണ്ടാണ് ഞാൻ മുനീർ സാറെ ഞാൻ വീണ്ടും വിശേഷിച്ച് പറയണത്. നമ്മൾ വളരെ ചെറുതായിട്ടാണ് പറഞ്ഞെങ്കിലും ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സിഇഒസും ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ഞാൻ ഇന്നലെ എല്ലാവരും പറഞ്ഞപ്പോ, കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ അനിൽ സാറിന്റെ ശിഷ്യനാണ്, അനിൽ സാറ് മെന്റർഷിപ്പ് എടുക്കുന്നത്. ഞാൻ അനിൽ സാറിന്റെ ക്ലാസ് മാത്രമൊന്നുമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ട്രെയിനേഴ്സിന്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള ഒട്ടുമിക്ക ട്രെയിനേഴ്സിന്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. എന്തിനാണത്? എന്നെ ഡെവലപ്പ് ചെയ്യാതെ, എനിക്ക് നോളേജ് ഇല്ലാണ്ട് എനിക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും? പുതിയ ട്രെൻഡിനെ കുറിച്ച്, പുതിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡിനെ കുറിച്ച് ഞാൻ അറിയണ്ടേ? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കച്ചവടം നഷ്ടപ്പെടാൻ പാടില്ല. എനിക്ക് നന്നായിട്ട് മലയാളം ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാം, ഇംഗ്ലീഷ് കുറവാണ്, ഹിന്ദി കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊച്ചിയിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഐ ഹാവ് ടു എക്സ്പാൻഡ് മൈ ബിസിനസ്. ഇല്ലേ? ലേണിംഗ്. എത്രയോ പേര് അവനവന്റെ സർക്കിളിൽ ഒതുങ്ങി ജീവിക്കുന്നുണ്ട് അനാവശ്യമായിട്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ പുറത്തേക്ക് വരണം. ആ കോഴിമുട്ടയിൽ നിന്ന്, ആ മുട്ടയിൽ നിന്ന് തോട് പൊട്ടിച്ച് പുറത്തേക്ക് വന്നിട്ട് പുതിയ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. ബിസിനസ് മോശമാണെന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. ബിസിനസ് മോശമാവാം നന്നാവാം, കസ്റ്റമറാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ബിസിനസ് പ്രൊഡക്റ്റ് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ കസ്റ്റമറെ അത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും അത് നമ്മൾ പഠിക്കണം. അത് നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, നെഗറ്റീവ് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, പോസിറ്റീവ് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ. വളരെ ശുദ്ധനായിട്ടൊന്നും നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നെഗറ്റീവ് മാർക്കറ്റിംഗ് വേണ്ടി വരില്ലേ? നിങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന എത്ര പേര് ഇപ്പൊ പോസിറ്റീവായിട്ട് നടക്കുന്നുണ്ട്? അതുപോലെ അവരുടെ സ്ട്രാറ്റജി ആയിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് ബോച്ചെ എന്ന് പറയുന്ന മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന പൊട്ടത്തരാന്നാണ്? അതിന്റെ പിന്നിൽ ജോഫർ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് ഉസ്താദിന്റെ ബുദ്ധിയുണ്ട്. ജോഫർ അദ്ദേഹം കാണിക്കുന്ന കളികളും തമാശകളും, ഈവൻ ബോച്ചേട്ടിയുടെ പരസ്യവും, അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ചു കൂട്ടിയ എല്ലാ കാര്യങ്ങൾക്കും, തമാശകൾക്കും, നെഗറ്റീവ് വർത്തമാനത്തിനും. അപ്പൊ ഇന്ന് രാവിലെ കൂടി എനിക്ക് ഈ വീഡിയോസ് വരുമ്പോൾ ആദ്യം ഈ ഓണേഴ്സിനും ബിസിനസ് സംബന്ധിച്ചിട്ടുള്ള സജഷൻസ് വരിക. അപ്പോ അതടക്കം പഠിക്കുന്നതാണ്. നെഗറ്റീവ് മാർക്കറ്റിംഗ് അടക്കം ചെയ്യാനുള്ള ധൈര്യം വേണം. നെഗറ്റീവ് മാർക്കറ്റിംഗ് ചെയ്ത് നാളെ തൊട്ട് നെഗറ്റീവ് മാർക്കറ്റിംഗ് ചെയ്യാന്നുള്ളതല്ല ഞാൻ പറയാം. അതെങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാവണം. സോ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. ഞാൻ ചോദിച്ചോട്ടെ, ഹരിദാസ് ഏട്ടാ, ഇന്നിപ്പോ എത്രാമത്തെ ഹരിദാസ് ഏട്ടാ അറ്റൻഡ് ചെയ്യണം? 3ാമത്തെ ക്ലാസ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലേ ഹരിദാസ് ഏട്ടാ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. അതെ 3ാമത്തെ. അതെ, സ്ത്രീകളല്ലാത്തോണ്ട് ഞാൻ ചോദിക്കുക, വയസ്സ് എത്രയായി ഹരിദാസ് ഏട്ടന്? എനിക്ക് 58. എത്രാമത്തെ ബിസിനസ് ആണിത്? ഇതിപ്പോ ഏകദേശം ഒരു 5ഓ 6ഓ. 5ാമത്തെ 6ാമത്തെ? അതിന് കൃത്യമായിട്ടുള്ള കണക്ക് പോലും നമ്മുടെ കയ്യിലില്ല. 5ാമത്തെ ഇല്ല. 6ാമത്തെ ബിസിനസ്സാണ്. ഇത്രയും കാലം താങ്കൾ എങ്ങനെ പോയാലും ഒരു 30-35 വർഷം ബിസിനസിനോട് ബന്ധപ്പെട്ട് കിടപ്പുണ്ടാവുമല്ലോ. എങ്ങനെ പോയാലും ഈ 35 വർഷത്തിന്റെ ഉള്ളിൽ പഠിക്കാത്ത എന്ത് കാര്യമാണ് കഴിഞ്ഞ 3 ദിവസം ഇവിടെ സംസാരിച്ചത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ശരിക്കും ഇവിടെ കിട്ടിയിട്ടുള്ളത്. എനിക്ക് മുന്നേ അറിയാത്തതല്ലോ, അറിയുന്നത് തന്നെയാണ്, എല്ലാം എനിക്ക് അറിയുന്നത് തന്നെയാണ്. ഇപ്പൊ ശ്രീജിത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും മിക്കതും എനിക്ക് മുന്നേ അറിവുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അത് പ്രായോഗിക തലത്തിൽ മുന്നോട്ട് പോയില്ല. അതേപോലെ ഇപ്പോ എനിക്ക് ഇപ്പോ അതിനെ കുറിച്ചൊരു ധാരണ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ വന്നിട്ടുണ്ട്. അത് നമ്മൾ നേരിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് അത് ശരിക്കും
എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇനി എന്റെ ചോദ്യം എന്തെന്നറിയോ? ഈ രാവിലെ 6 മണി എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ സാധാരണ രീതിയിൽ? പ്രത്യേകിച്ച് ഇപ്പൊ മഴയൊക്കെ ഉള്ള തണുപ്പുള്ള സമയമല്ലേ? പിന്നെ എന്താ ഹരിദാസേട്ടൻ വരാൻ കാരണം? എനിക്കിത് ആവശ്യമാണ്, അതന്നെ കാര്യം. നമ്മുടെ വീട്ടിൽ എത്ര നല്ല കത്തികൾ ഉണ്ടെങ്കിലും ആ കത്തികളെ മൂർച്ച കൂട്ടിയില്ലെങ്കിൽ അതിന്റെ ആയുധത്തിന്റെ അല്ല അത് പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ആയുധങ്ങൾ എന്നാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ മൂർച്ച കൂട്ടി വെച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് ഉപകരിക്കും. തീർച്ചയായും. ആരോമൽ ചേകവര് എന്താ പറയാ, പുതിയ മാറ്റച്ചുരിക ചോദിച്ചപ്പോ മാറ്റച്ചുരിക എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ ചന്തു ആണ് ചതിയനായത് പിന്നീട്. അത് ചതിയാണോ ചതിയല്ലേ രണ്ടാമത്തെ കാര്യം, അത് സമൂഹത്തിൽ പലതും പറയുന്നുണ്ടെങ്കിലും ആ സെക്കൻഡ് ടൂൾ എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അത് പ്രയോഗിക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് അതിന് ലൈക്ക് എന്താ പറയാ മൂർച്ചയില്ലെങ്കിൽ ബിസിനസ് തീരാവുന്നതേ ഉള്ളൂ. എ പ്ലാനിൽ മാത്രമല്ല ബിസിനസ് റൺ ചെയ്യുക, പി പ്ലാനിലും കൂടിയാണ്. എ പ്ലാനിൽ നിങ്ങൾ എല്ലാം സെറ്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. എ പ്ലാനിൽ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റി ബി പ്ലാനിൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ തീർന്നു. ബി പ്ലാനും എ പ്ലാനും ഒരുമിച്ച് ഓടാൻ നിങ്ങളുടെ സ്കില്ലിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ലേണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമൂഹത്തിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ കസ്റ്റമറെ കുറിച്ച് പഠിക്കണം. മാറി വരുന്ന ബൈയിങ് ബിഹേവിയേഴ്സിനെ കുറിച്ച് പഠിക്കണം. പണ്ട് നമ്മൾ സെല്ല് ചെയ്യുകയായിരുന്നു, ഇന്ന് ബൈ ചെയ്യുകയാണ്. കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണം കൃത്യമായിട്ട്. നമ്മുടെ അടുത്ത് ഒരു മാറ്റച്ചുരികയല്ല, 3, 4, 10 മാറ്റച്ചുരിക നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ അത് വാളാണോ കത്തിയാണോ കുന്തമാണോ ഗതയാണോ ഏതാണ് പ്രയോഗിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് പ്രയോഗിക്കാൻ അറിയുള്ളൂ, അല്ലെങ്കിൽ സാധിക്കുള്ളൂ. ശരിയാണോ? എത്ര കാലത്തെ ബിസിനസ്സുകാരനായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കസ്റ്റമറെ അറിഞ്ഞില്ലെങ്കിൽ അടപടലം പൊട്ടും. കോവിഡ് സമയത്ത് നന്നായവരുണ്ട്, മോശമായവരുണ്ട്. ഈ നമ്മൾ ഉപയോഗിക്കുന്ന സൂം എന്ന് പറയുന്നത് കോവിഡിന് മുന്നേ പലർക്കും അറിയ പോലും ഇല്ല. സൂമിന്റെ ബിസിനസ് ഏറ്റവും മോശമായിരുന്നു. കൃത്യം കോവിഡിന്റെ സമയത്ത് അത് കൃത്യമായിട്ട് അവർ ആ സമയത്ത് അവരതിനെ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ് ഈ സൂം വന്നത്. എത്രയോ പ്ലാറ്റ്ഫോമുകളുണ്ട്, വീഡിയോ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഗൂഗിൾ മീറ്റ് ഉണ്ട്, മൈക്രോസോഫ്റ്റിന്റെ ഉണ്ട്, ടീം. പക്ഷെ എന്തുകൊണ്ട് സൂം ഇപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്നു? അതാണ് അവരുടെ സ്ട്രാറ്റജി. ആ സമയത്ത് അതുവരെ ആൾക്കാരെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, തമാശ പറഞ്ഞു ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് കൃത്യമായിട്ട് ഉപയോഗിച്ചു, കൊണ്ടുവന്നു. ഇന്ന് തൊട്ട് റെഡി ആവണം. മരുന്ന് എന്റെ നാട്ടില് ഞങ്ങളൊരു അമ്പലത്തിനടുത്ത് ഞങ്ങളുടെ താമസം, അമ്പലവാസിയാണ് ബേസിക്കലി. അമ്പലത്തിനടുത്ത് ഒരു രാമൻ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു, മരിച്ചുപോയി, കുറെ കാലമായി മരിച്ചു പോയിട്ട്. പുള്ളി ഈ കതിന പൊട്ടിക്കലാ പുള്ളിയുടെ പണി. അവിടെ കതിനക്ക് ചീട്ടെടുക്കുമ്പോ അല്ലെങ്കിൽ കൗണ്ടറിൽ പോയിട്ട് ചീട്ടെടുക്കുന്ന സമയത്ത് ഇവിടുന്ന് വിളിച്ചു പറയും, രാമ 2 വെടി 3 വെടി എന്ന് പറയുമ്പോ പുള്ളിക്കാരൻ അവിടെ പൊട്ടിക്കണം. അല്ലെങ്കിൽ 1 മിനിറ്റ് നിൽക്കട്ടെ, ഞാൻ ഈ കതിനയ്ക്കൊന്ന് മരുന്നിറക്കട്ടെ എന്ന് പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പൊട്ടിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ആൾക്കാർ വന്നില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഈ കതിനയിൽ മരുന്ന് നിറയ്ക്കാതിരിക്കാൻ പറ്റുമോ? എപ്പോഴാണ് ആൾക്കാർ വരിക എന്നറിയില്ല. കതിനയിൽ മരുന്ന് നിറയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ ജീവൻ സാറേ? പാലക്കാട്ടുകാരനെ അവിടെ കൃത്യമായിട്ട് അറിയണ്ടാവും. കണ്ടിട്ടുണ്ട് സാറേ, ഞാൻ കുറെ നോക്കിയിരുന്നുണ്ട് അടുത്ത് പോയിരുന്നിട്ട്. അതെ അതെ, ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ സിജുവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, പാലക്കാട്ടുകാരനെ പറഞ്ഞിട്ട് കാര്യമില്ല, അറ്റൻഡ് ചെയ്യണമെന്നില്ല, അറിയണമെന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ നിറച്ചു വെക്കുന്നത്. നമ്മൾ എപ്പോഴും അബണ്ടൻസ് മൈൻഡ് സെറ്റിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യണം. നമുക്ക് അറിയണം ഒരു കാര്യം പറയുമ്പോൾ ഇപ്പൊ ഞാനൊരു കാര്യം ചോട്ടെ, എന്ത് ധൈര്യത്തിലാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇരിക്കുന്ന വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അറിയില്ലെന്ന് ഞാൻ പറയില്ല. ഞാൻ തുടക്കിട്ട് വെക്കും ഉത്തരത്തിന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് റെഫർ ചെയ്തിട്ട് ബാക്കി പറഞ്ഞു തരാമെന്ന് എനിക്ക് പറഞ്ഞു പോകണം. ചോദിക്കുന്ന സമയം അഭിരാമൻ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത്, അഭിരാമ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഭിരാമൻ എന്നോടുള്ള എല്ലാ മതിപ്പും അവിടെ തീരും. ഇയാൾ പിന്നെ എന്ത് ഡയലോഗ് അടിക്കണേ, ഇയാൾ എന്ത് ബിസിനസ് ഇൻഫ്ലുവൻസറാ ഇതാ ചിന്തിക്കുക. മറിച്ച് അഭിരാമ ഇന്നതാണ് ആക്ച്വലി കാര്യങ്ങൾ, ഞാൻ ഒന്ന് റെഫർ ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം എന്ന് പറയാൻ എനിക്ക് പറ്റണം, അല്ലേ? നിങ്ങളൊരു ടീം മെമ്പർ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുക, സാറെ സെയിൽ നടക്കുന്നില്ല, കസ്റ്റമർ റിജക്ട് ചെയ്യുന്നു, എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
പറഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ അടുത്ത് സാധനം വേണം. അയ്യോ സർ, ആക്ച്വലി ഞാൻ പ്രൊഡക്റ്റ് സൈഡ് മാത്രമേ എനിക്ക് നന്നായിട്ട് അറിയുള്ളൂ, സെയില് അറിയില്ല. നീ എവിടുന്നെങ്കിലും പഠിച്ചിട്ട് ചെയ്തോ എന്ന് പറയാൻ പറ്റും? ഇത് സ്വന്തം കമ്പനിയാണ്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കമ്പനി എവിടേക്ക് പോകണമെന്ന് അറിയാൻ ഒന്നും വേണ്ട. ഗൂഗിൾ മാപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ ആസ് എ സിഇഒ നിങ്ങളൊരു ഗൂഗിൾ മാപ്പ് ആണെങ്കിൽ ആ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങളുടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകാൻ 10 വഴികൾ ഉണ്ടായിരിക്കും. ആ 10 വഴികളിൽ ഏത് വഴിയാണ് നല്ല വഴിയെന്ന് ആദ്യമേ അറിഞ്ഞു വെക്കണം. നിങ്ങളുടെ ടീം വന്നിട്ട് ചോദിക്കുക, സാറേ നാളെ ഇറങ്ങി എറണാകുളം പോകണം, ഒരു കസ്റ്റമറെ കാണണം, എങ്ങനെ പോകാൻ പറ്റും? ഈ വഴി പോയിക്കോ, അവിടെ കിലോമീറ്റർ കുറവാണ്, റോഡ് നല്ലതാണ്. ഈ വഴി പോയിക്കോ, അവിടെ ടോളിൽ നല്ല തിരക്ക് വരുന്നുണ്ട്, എന്നാലും പെട്ടെന്ന് എത്താൻ സാധിക്കും. അല്ലെങ്കിൽ ഈ വഴി പോവരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. അതാണ് ലേണിംഗ് വേണ്ടത്. 6 മണിക്ക് എഴുന്നേക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, 5 മണിക്ക് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ്, പഠിക്കേണ്ട കാര്യം അതിനൊന്നും ആവശ്യമില്ല. ഞാൻ എത്ര വർഷങ്ങളായി, ഇന്നലെ രാത്രി ഞാനൊരു 12:30 വരെ ഞാൻ മീറ്റിംഗിലായിരുന്നു. കുറച്ച് ബിസിനസ്സുകാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബിസിനസ് കഫേയിൽ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു വീടിനെ ബിസിനസ് കഫേ ആക്കി മാറ്റിയിരിക്കുക. എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇരിക്കാൻ സംസാരിക്കാം. ഭയങ്കര വൈബുള്ള സ്ഥലം. ബാംഗ്ലൂരിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്ഥലം ഞാൻ പ്രതീക്ഷിച്ചില്ല. അവിടെ ചർച്ചയിൽ ഓരോരുത്തർ വരുമ്പോൾ എന്നെ ഒരാൾ പരിചയപ്പെടുത്തുന്നതാണിത്. ശ്രീജിത്താണ്, ബിസിനസ് ട്രെയിനറാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് നിന്ന് ഒരാളെ ഇറക്കി വിട്ടില്ലേ, അതുപോലത്തെ ബിസിനസ് ട്രെയിനറാണ്. ആദ്യം പരിചയപ്പെടുത്തും. അവന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെ. ഇനി അവന്റെ കഥ ഞാൻ ആളെ പേരുകാരെന്ന് പറയില്ല, അയാളെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അടപടല പൊട്ടി നിൽക്കുക. എന്നാലും അഹങ്കാരത്തിനൊട്ടും കുറവില്ല. ഈഗോ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സിഇഒസ് ഡിസീസ് സെൻഡ്രോം, സിഇഒസ് ഡിസീസ് മൈൻഡ് സെറ്റ്. എനിക്കെല്ലാം അറിയാം. ആക്ച്വലി കച്ചവടം ഇല്ലാതാവുന്നത് കസ്റ്റമറുടെ കുഴപ്പം കൊണ്ടാണ്, എന്റെ കുഴപ്പമില്ല കേട്ടോ. എന്റെ ബിസിനസ് മോശമാവുന്നത് കസ്റ്റമറുടെ കുഴപ്പം കൊണ്ടാന്ന് പറഞ്ഞിരിക്കപ്പോഴും മാർക്കറ്റ് ഡൗൺ ആണാവും. ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു. അപ്പോ തൊട്ടടുത്തിരിക്കുന്ന ആള് അപ്പുറത്ത് ഇരിക്കുന്ന ആള് പറയാ, ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് 4 ദിവസം മുന്നേ ഒരാൾ 100 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ നേരത്തെ പറഞ്ഞ ആൾ ചെയ്ത ബിസിനസ്സിൽ അതേപോലത്തെ ബിസിനസ് മറ്റാൾ ചെയ്ത് ഈ പറഞ്ഞ ആള് 100 കോടി രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബിസിനസ് മോശമായിട്ടല്ല, കസ്റ്റമർ ഇല്ലാഞ്ഞിട്ടല്ല, നമുക്കറിയില്ലാതെ എവിടെ കൊണ്ടുപോയിടുന്നത് എന്നുള്ളതും ഇത് ചെയ്താൽ ശരിയാവുമെന്നും എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയില്ല. അഹങ്കാരത്തിനിട്ട് കുറവുമില്ല. ഇന്നലെ ജീവൻ സാർ വിളിച്ച സമയത്ത് ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. അത് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്താ? മൂന്നാമത്തെ കാര്യം എക്സിക്യൂഷൻ ആണ്. സിഇഒയുടെ പ്രധാനപ്പെട്ട ബ്ലൂ പ്രിന്റ്സിൽ ഒന്നാണ് എക്സിക്യൂഷൻ. എന്താണ് എക്സിക്യൂഷൻ? നമുക്കൊന്നും ഇല്ലാത്തത്. എല്ലാവർക്കും നല്ല ഐഡിയാസ്. ഇവിടുത്തെ അഭിരാമിന്റെ ഒക്കെ സംസാരിച്ചാൽ 1/2 മണിക്കൂർ സംസാരിച്ചാൽ ലോകം കീഴ്മേൽ മറക്കാനുള്ള ഐഡിയാസ് അഭിരാമിന്റെ കയ്യിൽ ഉണ്ടായേക്കാം. എവരി ഐഡിയ ഈസ് എ ബാഡ് ഐഡിയ അണ്ടിൽ യു എക്സിക്യൂട്ട് ഇറ്റ്. ഏത് ഐഡിയയും എക്സിക്യൂട്ട് ചെയ്യാത്തോടത്തോളം കാലം അത് ബാഡ് ഐഡിയ. നിങ്ങൾ കാര്യം ആലോചിച്ച് നോക്ക്. ഓയോ റൂം എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് നിർദ്ദേശിച്ച് വരുന്ന സമയത്ത് ഇവിടെ ഹോട്ടൽ എന്ന് പറയുന്ന സെറ്റപ്പ് ലോഡ്ജ് സെറ്റപ്പ് ആയിരുന്നു അല്ലെ? ലോഡ്ജ് സെറ്റപ്പ് അല്ലേ ഒരു 15 വർഷം മുന്നേ? ആ ലോഡ്ജ് സെറ്റപ്പിൽ എങ്ങനെയായിരുന്നു? അവര് പറയുന്നതാണ് എമൗണ്ട്. ലോഡ്ജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു, ശരിയല്ലേ? അവര് പറയുന്നതാണ് എമൗണ്ട്. നമ്മളൊരു സ്ഥലത്ത് പോയി ഒരു ലോഡ്ജ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. വൃത്തി ഉണ്ടാവില്ല. നമ്മളൊരു യാത്രയോ ഒരു മീറ്റിങ്ങിനോ വേണ്ടിയിട്ട് നമ്മൾ ആ ലോഡ്ജിൽ കയറി ചെല്ലുന്ന സമയത്ത് അതിന് വൃത്തി ഉണ്ടാവില്ല. പണ്ടൊരു ലോഡ്ജിൽ റൂം എടുക്കണമെങ്കിൽ ഹരിദാസേട്ട നമ്മൾ ആദ്യം ആ റൂം കണ്ടിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യുക, ശരിയല്ലേ? നമ്മൾ റൂം ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് 2 നില 3 നില കയറി ആ റൂമൊക്കെ കണ്ട് ആദ്യം ബാത്റൂം തുറന്നു നോക്കി, ബെഡ് തുറന്നു നോക്കി, താഴെ വന്നിട്ട് ഇഷ്ടമല്ലെന്ന് തിരിച്ചു പറഞ്ഞ് പോയ എത്രയോ ലോഡ്ജുകൾ ഉണ്ടായിട്ടുണ്ടാവും, ഹോട്ടലുകൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? ഓയോയിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഓയോ എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഡൽഹിയിലെ ഏത് ഹോട്ടലിൽ ഏത് റൂം എടുക്കാന്ന് തീരുമാനിക്കാൻ പറ്റും. ഇവിടെ ഇരുന്ന് ബാംഗ്ലൂർ ഇരുന്നിട്ട് എനിക്ക് ആലപ്പുഴയിൽ ജീവൻ സാർക്ക് നാളെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ നാളെ ആലപ്പുഴയിൽ ഏത് റൂം എടുക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റും. ആ കോൺസെപ്റ്റ് കൊണ്ടുവരാൻ ഇപ്പൊ ഒരുപാട് വേറെ ആപ്പുകൾ വന്നിട്ടുണ്ടെങ്കിലും ഓയോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഓൺലൈൻ ബുക്കിംഗ് മാത്രമല്ല, അവിടുത്തെ ഫെസിലിറ്റീസ് മാനേജ്മെന്റ്. ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. അപ്പോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്ന സമയത്ത്, ഒരു ഐഡിയ കൊണ്ടുവരുന്ന സമയത്ത് എത്രയോ പേര് അവരെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടാവും, എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ സ്വന്തം തന്ത തന്നെ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഭ്രാന്താണ്. പക്ഷേ അത് വർക്കൗട്ട് ആകില്ലേ? അതേ പറഞ്ഞത്, ഏത് ഐഡിയയും നടക്കും. ചന്ദ്രനിൽ പോയിട്ട് വീട് വെക്കണമെന്നുള്ള ഐഡിയ നല്ലതാണ്, അത് ചെയ്യാത്തവർത്തോളം കാലം നല്ലതല്ല.
റോക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനി തുടങ്ങുന്ന എലോൺ മസ്ക് പറഞ്ഞ സമയത്ത് ഇവര് ഭ്രാന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോക്കറ്റ് മുകളിലേക്ക് എത്തിയപ്പോഴല്ലേ ആഹാ ഇവൻ ആളെ പിടിക്കണമല്ലോ എന്ന് മനസ്സിലായി. ഇലക്ട്രിക്കൽ കാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് ഷോക്ക് അടിക്കുമെന്ന് പറഞ്ഞ് തുടങ്ങാത്ത എത്രയോ കമ്പനികളുണ്ട്. ഇന്നും ഇലക്ട്രിക്കൽ കാറുകളെ വലിയ വലിയ പ്രധാനപ്പെട്ട പല കമ്പനികളും ഇലക്ട്രിക്കൽ കാറുകൾ തുടങ്ങിയിട്ടില്ല. മാർക്കറ്റ് പഠിക്കട്ടെ, മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ, എന്നിട്ട് നോക്കാതാ പറഞ്ഞത്. കറക്റ്റ്. പിന്നെ മറ്റേ ഏറ്റവും കൂടുതലുള്ളത് ഒന്നില്ല, അല്ലെങ്കിൽ പിന്നെ കോപ്പി അടിയാണ്. ചപ്പാത്തി കമ്പനി കോപ്പി അടിച്ച പോലെ ഒരു ചപ്പാത്തി കമ്പനി തുടങ്ങി, നാട്ടില് മെച്ചമുണ്ട്, അവന്റെ വീടിന്റെ മുന്നിൽ അവന്റെ മുന്നിൽ ക്യൂ വരുന്നുണ്ട് കണ്ടപ്പോ നല്ല ബിസിനസ്സാന്ന് പറഞ്ഞ അപ്പുറത്തും പോയിട്ട് വേറെ ഒരുത്തും പോയിട്ട് ചപ്പാത്തി കമ്പനി തുടങ്ങി. പിന്നെ ആ റോഡ് മുഴുവൻ ചപ്പാത്തി കമ്പനി. എന്നിട്ടോ എന്തുണ്ടായേ? ആദ്യം തുടങ്ങിയ അപ്പോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവാം, രണ്ടാമത് തുടങ്ങിയവരൊക്കെ പൂട്ടിപ്പോയി. എന്താ കാരണം? കോപ്പി അടിക്കല്ലേ വേണ്ടത്. അവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് വിൽക്കുന്നത് മാത്രമേ അവൻ നോക്കുന്നുള്ളൂ. ആ ചപ്പാത്തി ഉണ്ടാക്കുന്നതും വിൽക്കുന്നതിനൊപ്പം അവന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാന്നുള്ളത് പഠിച്ചില്ല. പറ്റുകയാണെങ്കിൽ അവിടുത്തെ പണിക്കാരനെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് ഐഡിയ എല്ലാ കാര്യം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. എക്സിക്യൂട്ട് ചെയ്യാറുണ്ടോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താ കാര്യം അറിയോ? നിങ്ങൾ ചെയ്യുന്ന എക്സിക്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അർജന്റ് ആയിട്ടുള്ള കാര്യം. കറണ്ട് ബില്ല് വന്നാൽ അപ്പം അടയ്ക്കും, ഇല്ലേ? ഫ്യൂസ് ഊരുന്ന് കണ്ട അപ്പം ഇല്ല. ശരിയാണോ? ഫ്യൂസ് ഊരുന്ന് കണ്ട അപ്പൊ നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കും. ശമ്പളത്തിന്റെ ഡേറ്റ് 10-ാം തീയതി ആണെങ്കിൽ 9-ാം തീയതി വൈകുന്നേരം ശമ്പളത്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. ശരിയല്ലേ? ചായ വാങ്ങാൻ പോകുന്ന ചേട്ടനെ കൺട്രോൾ ചെയ്യും. അവിടെ പോയിട്ട് ഇത്ര ചായ വാങ്ങാൻ പാടും, ഇങ്ങനെ ചെയ്യാൻ പാടും. എന്നാൽ അപ്പുറത്ത് കസ്റ്റമറോട് സംസാരിക്കാൻ നേരമില്ല. ഹരിദാസ് ചേട്ടാ, അതുപോലെ രാമേന്ദ്രൻ സാറേ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഒരു എക്സിക്യൂഷൻ നടക്കുന്ന പ്രശ്നം എന്താണെന്നറിയോ? ബേസിക്കലി എല്ലാ സിഇഒസും ഇമ്പോർട്ടന്റ് എന്താ അർജന്റ് എന്താന്ന് തിരിച്ചറിയാതെ ചെയ്യുന്നതാണ്. ഇമ്പോർട്ടന്റ് എന്താണ് അർജന്റ് എന്താന്ന് തിരിച്ചറിയാതിരിക്കാൻ. അഭിരാമന്റെ മുന്നിൽ ഒരു 10 പണി വന്നു. അഭിരാം, താൻ ഏതാദ്യം ചെയ്യും? 10 പണി വരികയാണ്. ഏത് താൻ ചെയ്യണമെന്നുള്ളത് എങ്ങനെ ആലോചിക്കും, എങ്ങനെ തീരുമാനിക്കും? എളുപ്പമുള്ളത് ഏതാണോ നോക്കി ചെയ്യും. എളുപ്പമുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് ചെയ്യും. ഓക്കെ, പിന്നെ അതാണ് ആദ്യത്തെ പരിപാടി. അപ്പൊ നമ്മുടെ മുന്നിൽ ആദ്യം നോക്കും അത് എങ്ങനെയാണ് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള, അത് ഹാർഡാണോ, ഇപ്പം എങ്ങനത്തെ ഏത് ടൈപ്പ് ആണെന്നുള്ള ടാസ്ക് നോക്കും. 10 അപ്പൊ അതിൽ ഏതാണ് നമ്മളെ കൊണ്ട് ഈ പറഞ്ഞ പോലെ ആദ്യം എളുപ്പം ചെയ്യാനുള്ളത് നോക്കും. പിന്നെ പാടായിട്ട് വരുന്നത് ലാസ്റ്റ്. അത് ചെയ്യണമെന്ന് ഉറപ്പില്ല. ഒന്നുകിൽ ചെയ്യാം, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഹെൽപ്പ് സപ്പോർട്ട് ആവശ്യപ്പെട്ട് അത് അങ്ങനെ ചെയ്യാം. ആ രീതി ചിന്തിക്കും. താങ്ക് യു. രമേശ് ചന്ദ്രൻ, രമേശ് ഭായിയുടെ മുന്നിലേക്ക് കുറെ വർക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾ എങ്ങനെ അത് ചെയ്യും? സാധാരണ പ്രയോറിറ്റി നോക്കാറുണ്ട്. കാരണം നമുക്ക് ഇമ്പോർട്ടന്റ് ഏതാണ് ആദ്യം തീർക്കേണ്ടതെന്നുള്ളത് അനുസരിച്ച് താങ്കൾ എന്താ തീരുമാനിക്കാറുള്ളത്? ഇമ്പോർട്ടന്റ് ആണ് നോക്കുന്നതാണോ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നതാണോ? അർജന്റ് അല്ലേ കുറച്ചുകൂടി പ്രയോറിറ്റി? അർജന്റ് ആയിട്ടുള്ളത് തന്നെയാണ് നോക്കാറ് യൂഷ്വലി. ഇവിടെ ആരായിരിക്കുന്നത്? ഓക്കെ, സോണി സാറിന്റെ മുന്നിലേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇട്ട് തരാണ്. സോണി സാർക്ക് കസ്റ്റമറായിട്ട് മീറ്റ് ഉണ്ടെന്ന്, പുതിയ കോൺട്രാക്ട് സംസാരിക്കാനുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എംപ്ലോയീസ് അവിടെ കൃത്യമായ സമയത്ത് വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഇന്ന് മറ്റേ ഇലക്ട്രിക്കൽ ഓഫീസർ, ഇതിന്റെ ഇലക്ട്രിസിറ്റിയുടെ ഓഫീസിൽ പോകേണ്ട കാര്യമുണ്ട്. പുള്ളിയെ ഒന്ന് കണ്ടിട്ട് കൈമടക്ക് കൊടുക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് 4 താങ്കളുടെ 4-5 കാര്യങ്ങൾ താങ്കളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. താങ്കൾ ആദ്യം ഏതിനാണ് പ്രാധാന്യം കൊടുക്കുക?
അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മതി. അർജന്റ് ആയിട്ടുള്ള കാര്യം, ഇതിലത്തെ അർജന്റ് തോന്നുന്ന ഒരു കാര്യം പറയും. ഇപ്പൊ പുതിയ പറഞ്ഞ 4 കസ്റ്റമറൊക്കെ കാര്യങ്ങൾ അർജന്റ് ആണെന്ന് പറയുന്നത്. കസ്റ്റമറൊക്കെ ആണ്. അല്ല, കസ്റ്റമർ പുതിയ കസ്റ്റമറാണ്, പുതുതായിട്ട് ആ. സംസാരിക്കുള്ളതാണ്. സൈറ്റിലെ പ്രശ്നങ്ങൾ തീർക്കാൻ മതി. സൈറ്റിലെ പ്രശ്നങ്ങൾ തീർക്കാൻ അർജന്റ് ആയിട്ട്. നമ്മള് സിഇഒസ് ഫെയിൽ ആവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. നമ്മൾ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് റിസൾട്ട് തരുന്നത്, നമ്മുടെ പോക്കറ്റിൽ പൈസ വരുന്നതിന്, നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അടുത്ത വീട്ടിലൊരു ചേട്ടൻ വളരെ അസുഖമായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് ആണോ അർജന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നിടത്താണ് ഒരു സിഇഒയുടെ കഴിവ്. ഒരു കസ്റ്റമറെ എനിക്കിന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആണോ അർജന്റ് ആണോ തീരുമാനിക്കുന്നിടത്താണ്. ജീവിതത്തിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇന്നത്തെ നാട്ടിലുള്ള ബിസിനസ്സുകാർക്കുള്ളൂ. എന്താണ് ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കാതെ, ഞാൻ ഇപ്പൊ പറഞ്ഞത്, ഞാൻ സോണി സാർക്ക് മനഃപൂർവ്വം ഒരു ടാസ്ക് കൊടുത്താണ്. അഭിരാമനും രമേശിന് ഞാൻ അത് മനഃപൂർവ്വം ടാസ്ക് കൊടുക്കാതിരുന്നതാണ്. എന്താണ് സോണി സാറ് കാണുന്നത്? സോണി സാറെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം സോൾവ് ചെയ്യാൻ പോകും. ഈ പ്രശ്നം നാളെ ഉണ്ടാവില്ലേ സൈറ്റിൽ? ഉണ്ടാവും. അത് കഴിഞ്ഞ ദിവസം ഉണ്ടാവും. നമ്മൾക്ക് അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പുതിയ കസ്റ്റമറെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം കച്ചവടമാണ്, കാശാണ്. എനിക്ക് രാവിലെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഒന്ന് പോകണം, അയാൾക്ക് ആ ഓഫീസർ ഒന്ന് കാണണം എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നതെങ്കിൽ പാളി. അത് അർജന്റ് മാത്രമാണ്. അത് എത്രത്തോളം അർജന്റ്? ഹൈ അർജന്റ് ആണോ ലോ അർജന്റ് ആണോ? ഇത് ലോ അർജന്റ് ആണ്. അയാൾക്ക് ഇന്ന് രാവിലെ തന്നെ കൊടുക്കണമെന്നില്ല, വൈകുന്നേരം കൊടുത്താലും മതി കൊടുക്കാനുള്ളത്. ഒരു വിട്ട ഫോൺ കോളിൽ അല്ലെങ്കിൽ വേറൊരാളെ വിട്ടിട്ട് അത് ഇത് ഈ ആളെ പോയിട്ട് കണ്ടിട്ട് ഇത് കൊടുക്കുക എന്ന് പറയാനാണ്. ഇല്ലല്ല, ഞാൻ പോയി കണ്ടാലേ ശരിയാവും എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു സിഇഒ ഫെയിൽ ആവുന്നത്. ഇന്ന് അർജന്റ് ആയിട്ട് ഒരു കല്യാണം, ഒരു കസ്റ്റമർ മീറ്റിംഗ് ഇന്നുണ്ട്, അതേപോലെ വീട്ടിലൊരു കല്യാണമുണ്ട്. ആ കസ്റ്റമറെ കാണാൻ നമ്മുടെ മാനേജറെ വിടുകയും കല്യാണത്തിന് നമ്മൾ പോവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഫെയിൽ ആവുന്നത്. അപ്പൊ അർത്ഥം മനസ്സിലായോ? കല്യാണം അന്നത്തെ ദിവസം അർജന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ ദിവസം കല്യാണം നാളല്ലല്ലോ, ഇന്ന് തന്നെ വേണ്ടേ, അയാളെ ഞാൻ പിന്നെ പോയി കണ്ടോളാം എന്ന് പറയുന്നവിടത്താണ് ഹരിദാസേട്ടന്റെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ 5 ബിസിനസ് ഇല്ലേ ഇതിന് മുന്നേ കഴിഞ്ഞു പോയത്. ഈ 5 ബിസിനസ് ശ്രദ്ധിച്ചോ. ഹരിദാസേട്ടന് വെച്ച് പറ്റിയ പാളിച്ച എന്തായിരിക്കും എന്ന് അറിയോ? ഹരിദാസേട്ടൻ പിന്നാലെ പോയത് മുഴുവൻ അർജന്റ് ആയിട്ടുള്ള കാര്യത്തിന്റെ പിന്നാലെ ആയിരുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിന്റെ പിന്നാലെ അല്ല. 101% ഷുവർട്ടി. താങ്കളുടെ ബിസിനസ്സിൽ പാളിപ്പോയത് വേറെ ഒന്നുമല്ല, എക്സിക്യൂഷൻ ആയിരുന്നു. എക്സിക്യൂഷൻ എങ്ങനെ സംഭവിച്ചു? ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചെയ്തത് എവിടെയാണെന്നറിയോ? അർജന്റ് ആയിട്ടുള്ള കാര്യത്തിന് പോയി. ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ പോയിട്ടുണ്ടാവും, കല്യാണങ്ങൾക്ക് പോയിട്ടുണ്ടാവും, അവനവന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടാവും, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടാവും. കസ്റ്റമർ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളുടെ പിന്നാലെ പോവാൻ മറന്നു. സീരിയസ്ലി ഉറപ്പാണ്. ഞാൻ എന്ത് പറയുന്നു, ഞാനിത് അനലൈസ്, ഞാനും പൊട്ടിയ ബിസിനസ് ഒക്കെ പൊട്ടിയ നടത്തിയതൊക്കെ ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് വിജയിച്ച മനുഷ്യനൊന്നുമല്ല. വെരി സീരിയസ്ലി, നിങ്ങൾ ഏതിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്, ഇപ്പൊ നിങ്ങളൊരു ബിസിനസ്, ഇവിടെ ഇരിക്കുന്ന കുറെ ലേഡീസ് ഉണ്ട്, കുറെ സ്ത്രീകളായിട്ടുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബിസിനസ്സിനായിരിക്കണം. വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല.
എന്റെ മോനെ സ്കൂളിൽ അയക്കണം, എന്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്തണം, അയലത്തെ വീട്ടിലെ എന്താ പറയുക ചേച്ചിയുടെ പിറന്നാളാണ് അവിടെ പോകണം, മറ്റേ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ വേറെ എന്തെങ്കിലും ആണ് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ അപ്പുറത്ത് ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് അവിടെ പോകണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർന്നു. ആണോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. രമേഷ് ഭായിയുടെ ഒരു കസ്റ്റമറെ കാണുക എന്നുള്ളതാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അർജന്റുമാണെങ്കിൽ, മോസ്റ്റ് ഇമ്പോർട്ടന്റും മോസ്റ്റ് അർജന്റുമാണെങ്കിൽ രമേഷ് ഭായി ആയിരിക്കണം അവിടെ ചെല്ലേണ്ടത്. എന്നാൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചു ഞാൻ വിശദീകരിച്ചു തരാം. ഞാൻ എനിക്ക് പോകുന്നുണ്ട്, പറഞ്ഞു. ഈ ഇപ്പൊ എന്റെ ഒരു പെർസ്പെക്റ്റീവില് ഇപ്പൊ ഈ സാർ പറഞ്ഞ മാതിരി കസ്റ്റമറെ ഒരാളെ കാണാനുണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് ഒരു പേയ്മെന്റ് ലിങ്ക് അയച്ചു കൊടുക്കാനുണ്ട്, ആ ഒരു മാറ്റർ അവിടെ നിൽക്കുന്നു. അറ്റ് ദ സെയിം ടൈം എനിക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്ന് ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഞാൻ അതിൽ കാണുന്നത് ഈ ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും കസ്റ്റമർക്ക് ഈ ലിങ്ക് അയച്ചു കൊടുക്കേണ്ടത് അർജന്റും ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതല്ലേ ആദ്യം ചെയ്യേണ്ടത്? ഏത് അർജന്റ് ആയിട്ടുള്ളതോ? ഈ ലൈസൻസ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല, എനിക്ക് ഒന്നുകൂടി പറഞ്ഞുതരും. അല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ലൈസൻസ് എടുക്കാനായിട്ട് നമ്മളൊരു ഡോക്യുമെന്റ് ശരിയാക്കാൻ പോകണം എന്നുള്ളത് ഇന്ന് തന്നെ ചെയ്യേണ്ടതാ. പക്ഷെ അത് ഇമ്പോർട്ടന്റും ആണ്. പക്ഷെ കസ്റ്റമർക്ക് ഇത് അയച്ചു കൊടുക്കുക, ആ ബിസിനസ് കൺവേർട്ട് ചെയ്യാന്നുള്ളതല്ലേ അർജന്റ്? അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ ഏത് പെർസ്പെക്റ്റീവിൽ തന്നെ കാണണം എന്നുള്ളതാണ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞു, എനിക്ക് എന്റെ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആയി ഒന്നുകൂടി പറഞ്ഞു. അതായത് നമ്മളൊരു കസ്റ്റമർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നമ്മൾ അതിന്റെ മാർക്കറ്റിംഗ് സെയിൽസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഓപ്പറേഷൻ സൈഡിൽ നമ്മളൊരു ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ് നടക്കും. അവിടെ വരെത്തി നിൽക്കുകയാണ്. അപ്പൊ അത് കസ്റ്റമർ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അത് അയച്ചു കൊടുക്കണം. അതേസമയം എനിക്ക് നിർബന്ധമായിട്ടും ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഈ ലൈസൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരാളെ മീറ്റ് ചെയ്ത് അതിന്റെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം, ബിസിനസിന്റെ ബന്ധപ്പെട്ട് ഫ്യൂച്ചറിലേക്ക്. സൊല്യൂഷൻ ഞാൻ തരാം. എന്റെ സ്ക്രീൻ അല്ല സാർ, അപ്പൊ ഞാൻ അതില് ഈ കസ്റ്റമർ കാണുന്നത് അർജന്റും ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമായിട്ടാണ് എന്റെ ഒരു കാഴ്ചപ്പാടുള്ളത്. അപ്പൊ അർജന്റ് അല്ല ആദ്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് എന്റെ ഡൗട്ട്. അല്ല, ഇമ്പോർട്ടന്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. എന്താ ഇമ്പോർട്ടന്റ്? താങ്കൾ വെച്ചിരിക്കുന്ന ഇമ്പോർട്ടന്റ് അർജന്റ് തമ്മിൽ മാറിപ്പോയി. ഇമ്പോർട്ടന്റ് അർജന്റ് മാറിപ്പോയി. ഏതാ ഇമ്പോർട്ടന്റ്? താങ്കളെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടന്റ് ഏതാണ്? ഇമ്പോർട്ടന്റ് ഏതാണ്? താങ്കളുടെ ബിസിനസ് ഇമ്പോർട്ടന്റ് എന്താണ്? സിമ്പിൾ. ഇമ്പോർട്ടന്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് വരുന്ന പ്രവർത്തികൾ മാത്രമാണ് ഇമ്പോർട്ടന്റ്. കാശ് വരുന്ന പ്രവർത്തികൾ മാത്രമാണ് ഇമ്പോർട്ടന്റ്. അർജന്റ് എന്ന് പറയുന്നത് കാശ് വരുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. താങ്കൾ പറഞ്ഞ ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് കാശ് വരുന്ന ഒരു പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ആണോ? ഓക്കെ, വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ മോസ്റ്റ് അർജന്റ്. യെസ്, ഞാൻ അംഗീകരിക്കുന്നു. മോസ്റ്റ് ആയിട്ട് അർജന്റ് ആയിട്ടുള്ള കാര്യം, അത് ഇമ്പോർട്ടന്റും ഒരുപോലെ ഇമ്പോർട്ടന്റും അർജന്റും ആണ് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടതും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിന് ഞാൻ അതിനൊരു ഒരു ക്വാഡ്രന്റ് കാണിച്ചു ഞാൻ മനസ്സിലാക്കുക. സ്ക്രീൻ കാണുന്നുണ്ടോ? ഉണ്ട്. ഇമ്പോർട്ടന്റും അർജന്റും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് അർജന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വാഡ്രന്റ് വരുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റും മോസ്റ്റ് അർജന്റും. രണ്ടാമത്തത് മോസ്റ്റ് ഇമ്പോർട്ടന്റും ലെസ് അർജന്റും. മൂന്നാമത്തത് ലെസ് ഇമ്പോർട്ടന്റും മോസ്റ്റ് അർജന്റും. നാലാമത്തത് ലെസ് ഇമ്പോർട്ടന്റും ലെസ് അർജന്റും. കൈയക്ഷരം വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സോറി. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഞാൻ പറഞ്ഞത്? ഇനി പറയും. ഇനി രമേഷ് ഭായി പറഞ്ഞ ഈ 4 കാര്യം പറയും. നമുക്ക് ആദ്യം എക്സസൈസ് ആയിട്ട് തുടങ്ങാം, എന്നിട്ട് ഞാൻ അതിനെ വിശദീകരിച്ചത്. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ താങ്കൾ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്? അതായത് ഇതിൽ പറഞ്ഞ മോസ്റ്റ് ഇമ്പോർട്ടന്റും മോസ്റ്റ് അർജന്റ് ആയിട്ടുള്ള കാര്യം ഏതാണ്?
എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് പേയ്മെന്റ് ലിങ്ക് അയക്കുക, കസ്റ്റമറെ ബിസിനസ് നടത്തുക എന്നുള്ളതാണ്. അതെ, വേറെ എന്തൊക്കെ പറഞ്ഞായിരുന്നു? ഒരു കസ്റ്റമറെ കാണണം, പേയ്മെന്റ് ലിങ്ക് ഓ, അയക്കണം, രണ്ട് കാര്യമാണ്. ഒരു കസ്റ്റമറെ കണ്ട് ഇത് കസ്റ്റമർ കാണല്ല, ലിങ്ക് അയച്ചു കൊടുത്താൽ നമ്മൾ ആ പേയ്മെന്റ് നടത്തിയ ബിസിനസ് ഡൺ ആക്കുക. അതേസമയം നമുക്ക് ഒരു ടൈം ഫ്രെയിം ഉണ്ട്. ഉച്ചയ്ക്ക് മുമ്പായിട്ട് നമുക്കത് ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ വൈകുന്നേരത്തിന് മുമ്പ് നമുക്കൊരു ടൈം ഉണ്ട്. ആ ടൈമിനുള്ളിൽ ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. ശരി, ഓക്കെ, ശരി. ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, മോസ്റ്റ് അർജന്റ് എന്താ? ബിസിനസ് നടത്തുക എന്നുള്ളതാണ്. കസ്റ്റമർ ആയിട്ടുള്ള ഡീൽ നടത്തുക. കസ്റ്റമർ ആയിട്ടുള്ള നടത്തുക, അതായത് ഈ കാറ്റഗറിയിലാണ് വരുന്നത്, ശരിയല്ലേ? യെസ്. രണ്ടാമത്തത് എന്തായിരുന്നു? ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഉച്ചയ്ക്ക് ഫ്യൂച്ചറിലേക്കുള്ള അത് മോസ്റ്റ് അർജന്റ് ആണ്, പക്ഷെ ലെസ് ഇമ്പോർട്ടന്റ് ആണ്. ശരിയാണോ ഞാൻ പറഞ്ഞത്? അതെ, ഇതിലാണ് വരുന്നത്, ശരിയാണോ? അതെ, ഓക്കെ, ശരി. അവിടെ ഇരിക്കട്ടെ കേട്ടോ, അവിടെ മറ്റേ താക്കോല് പറ്റി തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇതിൽ കൃത്യം പറഞ്ഞു. വെരി സിമ്പിൾ. നമ്മുടെ സിഇഒസ് പാളിപ്പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാഡ്രന്റ് ആണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഐഷ്ണർ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ്, പഴയ അമേരിക്കൻ പ്രസിഡന്റ് കണ്ടുപിടിച്ച ഒരു ക്വാഡ്രന്റ് ആണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ജോലിയെയും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യേണ്ട എല്ലാ ജോലിയെയും, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത കുറെ ദിവസങ്ങളിലേക്ക് ചെയ്യേണ്ട ജോലിയെയും രണ്ടാക്കി തരംതിരിക്കുക. നിങ്ങൾക്ക് ഇൻകം വരുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ബിസിനസ് കൊണ്ടുവരുന്ന, നിങ്ങളുടെ മുന്നിലേക്ക് പണം കൊണ്ടുവരുന്ന, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന അത് കൊണ്ടുവരുന്ന കാര്യത്തിനെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുക. നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള എങ്കിലും ഇതിലൊരു വലിയ വരുമാനം കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷെ ബിസിനസ്സിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, അതിനെ അർജന്റ് ആയിട്ട് കാണുക. ഇപ്പൊ ജീവൻ സാറെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ, ജീവൻ സാറുടെ കസ്റ്റമറെ കൊണ്ടുവരുന്നത്, സ്റ്റുഡൻസിനോട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആ കസ്റ്റമറെ കൊണ്ടുവരുന്നത് ഇമ്പോർട്ടന്റും, അതിനോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറെ കാര്യങ്ങൾ, സർട്ടിഫിക്കേഷൻസ്, നിങ്ങളുടെ ഫെസിലിറ്റീസ്, അതല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെ അർജന്റ് ആയിട്ട് കാണുക. ഇമ്പോർട്ടന്റ് ആയ കാര്യത്തിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായിരിക്കും അർജന്റ്. ശരിയാണോ? ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം. അപ്പോ സാർ, ഇപ്പൊ ഈ ഒരു പെർസ്പെക്റ്റീവില് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണ്, പക്ഷെ കാറ്റഗറൈസ് ചെയ്ത് മാറിപ്പോയില്ലേ? പ്രയോറിറ്റൈസ് ചെയ്ത് മാറിപ്പോയി. താങ്കൾ ഇത്രയും കാലം ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് മാറ്റിപ്പോയി. നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ സാറേ, പറഞ്ഞത്. അതെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ജീവൻ സാറുടെ ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? എന്റെ കസ്റ്റമറിനെ കൊണ്ടുവരിക, സ്റ്റുഡൻസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കസ്റ്റമറെ കൊണ്ടുവരിക, സ്റ്റുഡൻസിനെ കൊണ്ടുവരിക, അവരുടെ അഡ്മിഷൻ എടുക്കുക, അവരുടെ അടുത്ത് പേയ്മെന്റ് മേടിക്കുക എന്നുള്ളതാണല്ലോ. അതെ അതെ അതെ. പക്ഷെ ഇവരെ കൊണ്ടുവരാൻ താങ്കൾക്ക് വേണ്ട പല കാര്യങ്ങളുണ്ട്. സർട്ടിഫിക്കേഷൻസ് വേണം, അവിടുത്തെ ഫെസിലിറ്റീസ് റെഡിയാക്കണം, അവിടുത്തെ ടീമിനെ റെഡിയാക്കണം, ഫാക്കൾട്ടീസിനെ റെഡിയാക്കണം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അവരില്ലെങ്കിൽ സ്റ്റുഡൻസിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചോദിക്കുന്നത്, ഇതിൽ താങ്കൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഏതിനാണ്? ഇമ്പോർട്ടൻസ് കസ്റ്റമർക്കാണ്. ഫസ്റ്റ് പ്രയോറിറ്റി കസ്റ്റമറിനാണ് കൊടുക്കുന്നത്. അതെ, പക്ഷെ നമുക്ക് ഫാക്കൾട്ടി ഇല്ലാണ്ട് അല്ലെങ്കിൽ ഫെസിലിറ്റി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. അത് അർജന്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്. അർജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോസ്റ്റ് അർജന്റ് ആവാം, ലെസ് അർജന്റ് ആവാം, അത് എന്തായാലും അവിടെ വേണം. അതെ അതെ. പക്ഷെ അത് നമുക്ക് പൈസ കൊണ്ടുവന്ന് തരുന്നില്ല. റൈറ്റ്? ഇല്ല, കറക്റ്റ്. അപ്പൊ അർജന്റ് ആയിട്ടുള്ള കാര്യം എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ രമേശിനെ സംബന്ധിച്ചുള്ള ലൈസൻസ് എടുക്കണം എന്ന് പറയുന്നത് പൈസ കൊണ്ടുവരുന്നതല്ല, പക്ഷെ ലൈസൻസ് ഇല്ലെങ്കിൽ പൈസ മേടിക്കാൻ പറ്റൂല. ശരിയല്ലേ? അപ്പോ അത് കണക്ഷൻ എന്തോ പോയിരുന്നു സാറിന്റെ.
ജീവൻ സാറിന് ക്ലിയർ ആയോ പറഞ്ഞത്? ഒന്ന് സാറോട് ചോദിക്കാം. അതായത് ഞാൻ പറഞ്ഞ എക്സാമ്പിളില് നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണ് നമ്മുടെ പെർസ്പെക്റ്റീവില്. അതായത് നമ്മൾ അർജന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, അതായത് ഇമ്പോർട്ടന്റ് ആയ കാര്യം അർജന്റാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ചെയ്യുന്നത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയ കാര്യം തന്നെയാണ്. കാരണം കസ്റ്റമറെ മീറ്റ് ചെയ്ത് കസ്റ്റമറുടെ ബിസിനസ് നടത്തുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. പക്ഷെ സാറ് പറഞ്ഞ ഒരു ആംഗിളിൽ അത് ഇമ്പോർട്ടന്റ് ആണോ അർജന്റ് ആണോ എന്നുള്ളത് എടുക്കുന്നതിൽ നമുക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട് പലപ്പോഴും. അതെ, ശരി. നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം സാറോട് ഒന്ന് സംസാരിച്ചിട്ട്. അതെ. പിന്നെ പവർ പ്രശ്നമായതാണ്, പവർ പോയതാണ്. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. One second. കേൾക്കുന്നുണ്ട് അപ്പൊ? ഓക്കെ. ഞാൻ പറഞ്ഞത് അർജന്റ് എന്ന് പറയുന്നതും നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഇത് തന്നെയാണ്. അതായത് അർജന്റ് എന്താണ്, ഇമ്പോർട്ടന്റ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ നമ്പർ 1 പ്രോബ്ലം. ക്ലിയർ? ഓക്കെ. അതിൽ തന്നെ കേൾക്കുന്നില്ലെങ്കിൽ പറയട്ടെ, ഞാൻ ഫോണിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. ഇല്ല, കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ശരി. അപ്പോ ഞാൻ പറയുന്നത്, ഈ അർജന്റ്, ഇപ്പൊ ജീവൻ സാറിന്റെ എക്സാമ്പിൾ നമ്മൾ എടുത്തപ്പോ, ജീവൻ സാർക്ക് കസ്റ്റമറെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാക്കി നിൽക്കുന്നതെല്ലാം അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമുക്ക് ഓഫീസ് ഇല്ലാണ്ട് കൊണ്ടുവരാൻ പറ്റില്ല, അർജന്റ് ആണ്. ഫാക്കൽറ്റി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല, അർജന്റ് ആണ്. സർട്ടിഫിക്കേഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറ്റില്ല, അർജന്റ് ആണ്. പക്ഷേ അതിൽ ഏതാണ് മോസ്റ്റ് അർജന്റ് എന്നുള്ളതും ലെസ് അർജന്റ് എന്നുള്ളതും തീരുമാനിക്കുക. അതാണ് ഇപ്പൊ നമ്മുടെ പോളിസി. ഓക്കെ. ഇപ്പൊ നമ്മള് രമേശിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു. ഒരൊറ്റ സെക്കൻഡ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഒറ്റ സെക്കൻഡ്, സോറി. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ ജീവൻ സാറിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ജീവൻ സാർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇപ്പൊ ഒരു 10 ആക്ടിവിറ്റി പറയണം, 4-5 ആക്ടിവിറ്റി പറയണം. ജീവൻ സാറിനെ സംബന്ധിച്ചുള്ള മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നടത്തണം, സെയിൽ എന്ന് പറയുന്നത് നടത്തണം, അത് നടത്താനുള്ള ടീമിനെ സെറ്റ് ചെയ്യണം, അതിനുള്ള സർട്ടിഫിക്കേഷൻ അറേഞ്ച് ചെയ്യണം, അതിനുള്ള ഫാക്കൽറ്റിയെ അറേഞ്ച് ചെയ്യണം, ഓഫീസിന്റെ കറണ്ട് ബില്ല് അടയ്ക്കണം, ഓഫീസിലേക്ക് വേണ്ട മറ്റേ ലൈസൻസ്, അതായത് ഇതിന്റെ അവിടുത്തെ ലൈസൻസ് എടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ജീവൻ സാർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. ശരിയാണല്ലോ? ഇതിൽ ഓരോരോ കാര്യങ്ങൾ എടുക്കും. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ? മാർക്കറ്റിംഗ് നടത്തണം. ആം ഐ റൈറ്റ്? മാർക്കറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണോ അല്ലയോ? മാർക്കറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ് സർ. മാർക്കറ്റിംഗ് അർജന്റ് ആണോ അല്ലയോ? മാർക്കറ്റിംഗ് ഇമ്പോർട്ടന്റും ആണ് അർജന്റും ആണ്. അതായത് മോസ്റ്റ് അർജന്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാറ്റഗറിയിൽ വരുമോ? ആണ്. പുതിയൊരു തുടങ്ങുമ്പോ അതാണല്ലോ മെയിൻ. പിള്ളേർ വരണമെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്യണം, ഈ പറഞ്ഞ കാര്യം ചെയ്യണം. യെസ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള അത് മോസ്റ്റ് അർജന്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ കാറ്റഗറിയിലാണ് വരിക. ആം ഐ റൈറ്റ്? യെസ്. ഫസ്റ്റ് കാറ്റഗറിയിലാണ് വരിക അല്ലെ? രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? സെയിൽസ് വേണം. സെയിൽസ് വേണം എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ആദ്യത്തെ കാറ്റഗറിയിൽ വരില്ല സാർ. ഓക്കെ. ഒറ്റ സെക്കൻഡ് ഒന്ന് ഒളികൊള്ളി, ഞാൻ നെറ്റ് ഒന്ന് മാറ്റട്ടെ, കാരണം കുഴപ്പമില്ല, പറഞ്ഞു. അപ്പോ ആദ്യത്തെ കാറ്റഗറിയിലാണ് മാറ്റേണ്ടത്, ആദ്യത്തെ കാറ്റഗറിയിലാണ് വരുന്നത്. വീണ്ടും അത് ഈ കാറ്റഗറിയിലാണ് വരുന്നത്. ആം ഐ റൈറ്റ്? അതെ. ഓക്കെ. മൂന്നാമത് നമ്മൾ എന്താ പറഞ്ഞത്? സർട്ടിഫിക്കേഷൻ. ഞാൻ ചോദിച്ചോട്ടെ, സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണോ? ആദ്യത്തെ കേസിന്റെ അത്ര ഇമ്പോർട്ടന്റ് അല്ല. അത് പിന്നീട് നമുക്ക് ചെയ്താൽ മതി. അതായത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അർജൻസി കുറവാണ്. ആം ഐ റൈറ്റ്? കുറവാണ്. അതെ. അപ്പൊ അത് ഈ കാറ്റഗറിയിലാണോ വരിക? സെക്കൻഡ് കാറ്റഗറി, ഈ പറഞ്ഞ കാറ്റഗറിയിലാണോ വരിക? അതെ. ഓക്കെ. നാലാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? കൗൺസിലേഴ്സിനെ കണ്ടുപിടിക്കണം, കൗൺസിലേഴ്സിനെ ടീമിനെ സെറ്റ് ചെയ്യണം. എന്താ അവസ്ഥ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണോ അർജന്റ് ആണോ?
അത് സാറ് ഇമ്പോർട്ടന്റ് ആണ്. വരുന്ന കുട്ടികളെ കൺവിൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ജോലി. ഇപ്പൊ മാർക്കറ്റ് ചെയ്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, മോസ്റ്റ് അർജന്റ് ആണ്. അർജന്റ്. അതെ അതെ അതെ. ശരി, ഫസ്റ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. നാലാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, കറണ്ട് ബില്ല് അടയ്ക്കണം. അല്ലെ? കറണ്ട് ബില്ല് അടയ്ക്കണത് ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. അത് പിന്നീട് ആരെയും കൊണ്ടൊക്കെ അടപ്പിച്ചാൽ മതി എപ്പോഴെങ്കിലും. ലെസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ എന്താ പറയാ, അല്ലെ? ലെസ് അതെ, ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അർജന്റ് ആണ്. അർജന്റ് ആണ്. അതെ അല്ലെ? അപ്പൊ ഒരാഴ്ച സമയമുള്ളൂ, മോസ്റ്റ് അർജന്റ് ആണ്. ശരിയല്ലേ? ഈ പറഞ്ഞ കാറ്റഗറിയിലാണോ വരിക? ഈ പറഞ്ഞ കാറ്റഗറി സാർ അപ്പൊ കാണിക്കുന്ന കാറ്റഗറി. അതെ അതെ അല്ലെ? അതെ. ശരി, ഈ നാലാമത്തെ ഒരു കാര്യം ഞാൻ പറയാണ്. താങ്കൾക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ, അവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗ് ഉണ്ട്. താങ്കൾക്ക് അവിടെ ഒരു പരിപാടി ഉണ്ട്, താങ്കളെ വിളിച്ചിട്ടുണ്ട്, താങ്കൾ പോണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണോ? ലെസ് ഇമ്പോർട്ടന്റ്, ലെസ് അർജന്റ്. ലെസ് ഇമ്പോർട്ടന്റ്, ലെസ് അർജന്റ്, ഈ കാറ്റഗറി ആണോ? അതെ. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞതിന് ശേഷം, ഞാൻ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം അതല്ല, ഇപ്പൊ കുറച്ച് ഒരു 3-4 മാസമായിട്ട്. അപ്പൊ നിങ്ങളാണ് ആ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോണ മനുഷ്യല്ലേ? സിമ്പിൾ ഇത്രേ ഉള്ളൂ. ഇതിപ്പോ ഇത് ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ വർക്കിലേക്ക് കിടക്കും. ഇപ്പൊ ക്ലിയർ ആയില്ലേ? രമേഷ് ഭായിയുടെ സംഭവം എവിടെ കിടക്കുന്നത്? രമേഷ് ഭായിക്ക് ഓർമ്മയുണ്ട്. ജീവൻ സാറിന്റെ കാര്യം എവിടെ കിടക്കുന്നത്? ജീവൻ സാർക്ക് ഓർമ്മയുണ്ട്. നിങ്ങളുടെ പറഞ്ഞ കാറ്റഗറി, മറ്റുള്ളവര് ഈ പറഞ്ഞ കാറ്റഗറി എന്താണെന്നുള്ളത് വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾ ഓരോ ആക്ടിവിറ്റി എടുത്തിട്ട് ചെയ്യുക. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഇതിൽ നിങ്ങൾ ഏത് ചെയ്യണം? നിങ്ങളുടെ ടീം ഏത് ചെയ്യണം? ഫസ്റ്റ് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്, മോസ്റ്റ് ഇമ്പോർട്ടന്റ്, മോസ്റ്റ് അർജന്റ്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലേ? ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. നാലാമത്തെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണുന്നുണ്ടോ? അതെ, നാലാമത്തെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ്, സെക്കൻഡ്, ഞാൻ ഡേറ്റ് കിട്ടാൻ. യെസ്, ഓക്കെ അല്ലേ? സാധാരണ ബാംഗ്ലൂരിൽ കറണ്ട് പോവാറില്ല, പക്ഷെ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല, പണി കിട്ടിയില്ല. ഓക്കെ, ഞാൻ പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത് എന്നുള്ളതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെയിലിനോട് സംബന്ധിച്ച് നിൽക്കുന്ന, മാർക്കറ്റിങ്ങിനോട് സംബന്ധിച്ച് ഇപ്പൊ ജീവൻ സാർ സമ്മതിച്ചു എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. എന്തായിരുന്നു അത്? സെയിലാണ്, മാർക്കറ്റിംഗ് ആണെന്ന് താങ്കൾ സമ്മതിച്ചു. പക്ഷെ അതിന്റെ പിന്നാലെ ആയിരുന്നോ പോയിക്കൊണ്ടിരുന്നത് ജീവൻ സാറേ? അല്ല. ഓക്കെ, അല്ല. രമേഷിനോട് ഞാൻ ചോദിക്കാനുള്ള കാര്യം, രമേഷ് പ്രാധാന്യം കൊടുത്തിരുന്നത് ആ ലൈസൻസ് എടുക്കാനുള്ള കാര്യത്തിനെ കുറിച്ചിട്ടായിരുന്നു, ആണോ? അല്ല സാറേ, ഞാൻ ഈ 2 കാര്യം പറഞ്ഞതില് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്, ഞാൻ എന്റെ കാഴ്ചപ്പാടായിരുന്നു പ്രശ്നം. അതായത് അർജന്റ് ഏതാ ഇമ്പോർട്ടന്റ് ഏതാന്നുള്ളത് ആംഗിളിൽ ചിന്തിക്കുമ്പോൾ അത് ഓപ്പോസിറ്റാ ചിന്തിച്ചിരുന്നത്. പക്ഷെ ചെയ്തിരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. കാരണം വെച്ചാൽ ഈ പറഞ്ഞ എക്സാമ്പിളില് കസ്റ്റമറെ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരുന്നത്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും കാണേണ്ടത് മാർക്കറ്റിങ്ങിനോട്, സെയിൽസിനോട്, ക്യാഷ് ഫ്ലോയോട്, ക്യാഷ് ഇൻഫ്ലോയോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ എപ്പോഴും കാണുന്നത്. എന്റെ സ്ക്രീൻ കണക്ട് ആവുന്നതിന് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ എപ്പോഴും ആദ്യത്തെ ക്വാഡ്രന്റ് ഓർമ്മയുണ്ടല്ലോ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് മോസ്റ്റ് അർജന്റ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് മോസ്റ്റ് അർജന്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ട യഥാർത്ഥ വർക്ക്.
മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് അർജന്റ് ആയിട്ടുള്ള വർക്കുകളെ ആസ് എ സിഇഒ നിങ്ങൾ ഇപ്പോൾ ചെയ്യുക. ഡു ഇറ്റ് നൗ. നാളത്തേക്ക് മാറ്റി വെക്കരുത്, മറ്റുള്ള കാര്യങ്ങൾക്ക് മാറ്റി വെക്കരുത്. പ്രോക്രാസിനേറ്റ് ചെയ്യരുത്. അതായത് ഒരു ടീമിനെ എടുക്കണം, സെയിൽസ് ടീമിനെ എടുക്കണം, സെയിൽസിന്റെ മാർക്കറ്റിംഗ് ചെയ്യണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ള ഒരു സാധനം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് നാളെ ആവട്ടെ എന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, മോസ്റ്റ് അർജന്റ് ആണ്. ഇംപ്ലിമെന്റ് ഇറ്റ് ഓൺ ടുഡേ. ഡു ഇറ്റ് നൗ. പറയും. ഒരു നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമ്പോർട്ടന്റിനെയും അർജന്റിനെയും കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇൻകം വരുന്നത് ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അർജൻസി കൊടുക്കുന്നത് നിർബന്ധമായിട്ടും നമുക്കിപ്പം വേണ്ട സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കല്യാണമുണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടെങ്കിൽ ഏതിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക? കുടുംബത്തിലെ കല്യാണം. അതെ, അത്രേ ഉള്ളൂ. സ്വന്തം കുടുംബത്തിലെ കാര്യത്തിനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കുക. എന്നിട്ടാണ് അപ്പുറത്ത് ഫ്രണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവൻ തന്നെയല്ലേ, പക്ഷെ നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അവനോട് പറഞ്ഞിട്ട് പോരും, അതെ എടാ കുടുംബത്തിൽ ഒഴിവാക്കാനാവത്തൊരു കല്യാണം, ഞാൻ വൈകുന്നേരം വരാം എന്ന് പറഞ്ഞു പോരും. ശരിയാണോ? അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ചെയ്യണം. ആസ് എ സിഇഒ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം. എപ്പോ? ഇപ്പോൾ. നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ജീവൻ സാറേ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുക, ഒരു കാര്യമില്ല. നിങ്ങൾ വീട്ടിലിരുന്നിട്ടാണെങ്കിലും സെയിൽസിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡെയിലി സംസാരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. 6 മണിക്ക് ക്ലാസ്സിൽ കയറുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുന്നത് അർജന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. 6 മണിക്ക് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, 6 മണിക്ക് എന്നുള്ളത് അർജന്റ് ആണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് വൺ ഓഫ് ദ വർക്ക് അത് എപ്പോ ചെയ്യണം? അപ്പോ ചെയ്യണം. നാളെ കാണാം, റെക്കോർഡഡ് ക്ലാസ് കാണാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നത് മോസ്റ്റ് അർജന്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും അതിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. രണ്ടാമത്തെ ക്വാഡ്രന്റ് ഓർമ്മ ഉണ്ടല്ലോ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ലെസ് അർജന്റ് ആണ്. എന്താണ് നമ്മൾ പറഞ്ഞത്? ജീവൻ സാറ് പറഞ്ഞ കേസ് എന്തായിരുന്നു? കാര്യങ്ങള് വർക്കൗട്ട് ചെയ്യണം, പക്ഷെ ഇപ്പൊ വേണ്ട. സർട്ടിഫിക്കേഷൻ, ഫാക്കൽറ്റി, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വേണം, ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ലെസ് അർജന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ പ്ലാൻ ചെയ്യണം, ഷെഡ്യൂൾ ചെയ്യണം. ഇന്നത്തെ പരിപാടി കഴിയട്ടെ, ഞാൻ അടുത്ത ആഴ്ച ഡൽഹിയിൽ പോയിട്ട് ഞാനത് ചെയ്യാം. അത് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത് ഷെഡ്യൂൾ ചെയ്യണം. എക്സിക്യൂട്ടീവ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ജോലി എന്താണ്? അത് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. മുനീർ ഭായിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റുഡന്റ് വരുന്നതാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഇമ്പോർട്ടന്റ്? കരിയർ കോച്ചിങ് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുക, മോസ്റ്റ് അർജന്റ് ആയിട്ട് കാണുക. അതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വാഡ്രന്റ്. എന്ത്? ലെസ് ഇമ്പോർട്ടന്റ്, മോസ്റ്റ് അർജന്റ്. താങ്കൾ തന്നെ പോണമെന്നുണ്ടോ ആ പരിപാടിക്ക്? താങ്കളുടെ ഏതെങ്കിലും സ്റ്റാഫിനെ വിട്ടാൽ മതി. പല കല്യാണങ്ങളും ഇമ്പോർട്ടന്റ് അല്ല, അർജന്റ് ആണ്. ഞാൻ പോകുന്നതിന് പകരം ഭാര്യയെ വിട്ടാൽ മതി എന്ന് ചിന്തിക്കുന്നതാണ് തേർഡ് ക്വാഡ്രന്റ്. ദാറ്റ്സ് കോൾഡ് ഡെലിഗേഷൻ. തേർഡ് ക്വാഡ്രന്റ് വരുന്നത് ഡെലിഗേഷൻ. എന്താണ്? വേറെ ആളെ പറഞ്ഞയക്കുക. മോസ്റ്റ് അർജന്റ് ആണ്. കറണ്ട് ബില്ല് അടയ്ക്കുക, വാട്ടർ ബില്ല് അടയ്ക്കുക, ഇന്റർനെറ്റ് ബില്ല് അടയ്ക്കുക. ശരിയല്ലേ? രാവിലെ 9 മണിക്ക് ഓഫീസ് തുറക്കുക, വൈകുന്നേരം ഓഫീസ് അടയ്ക്കുക. ഇതൊക്കെ അർജന്റ് ആയിട്ടുള്ള കാര്യമാണ്, കാരണം അതാത് സമയത്ത് നടക്കണം. പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണോ? ആണോ? സാർ അവിടെ ഒരു ഡൗട്ട്. ഓഫീസ് രാവിലെ ടൈമിൽ അടയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ലേ? ലെസ് ഇമ്പോർട്ടന്റ് അല്ലേ? അല്ല, അത് തുറന്നില്ലെങ്കിൽ അത് അർജന്റ് അല്ലേ? തുറക്കുക എന്നുള്ളത് അർജൻസി അല്ലേ? അർജൻസിയാണ്. ശരിയല്ലേ? പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇമ്പോർട്ടന്റ് അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്, ലെസ് ഇമ്പോർട്ടന്റ്, അത്രേ ഉള്ളൂ. ഇമ്പോർട്ടൻസ് ഇല്ലാന്നല്ല, ഒന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്യേണ്ട പ്രയോറിറ്റിയുടെ പെർസ്പെക്റ്റീവിൽ ലെസ് ഇമ്പോർട്ടന്റ് ആണ്. യെസ്,
അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോയിട്ട് ഓഫീസ് തുറന്നാലേ ശരിയാവുള്ളൂ, നമ്മൾ ഓഫീസ് അടച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ളതല്ല. അത് തുറക്കാനും അടയ്ക്കാനും ആളെ നിർത്തുക. ദാറ്റ്സ് കോൾഡ് ഡെലിഗേഷൻ. കറണ്ട് ബില്ല് അടയ്ക്കാൻ നിങ്ങൾ പോണ്ട, ഇതാക്കുക. ചായ വാങ്ങാൻ നിങ്ങൾ പോണ്ട, ആളെ വിടുക. ബാങ്കിൽ പോണം, നിങ്ങൾ പോണ്ട, ആളെ വിടുക. ഒരു കല്യാണത്തിന് പോണം, നിങ്ങൾ പോണ്ട, ആളെ വിടുക. താങ്കൾ ഇപ്പൊ ലൈസൻസിന്റെ കാര്യം പറഞ്ഞു, താങ്കൾ തന്നെ പോയാലേ നടക്കുള്ളൂ എങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അല്ലെങ്കിൽ താങ്കൾ പോണ്ട, ആളെ വിടുക. അർജന്റ് ആണ്, ശരിയല്ലേ? മോസ്റ്റ് അർജന്റ് ആണ്. 4ാമത്തെ കാര്യം, രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞ പോലെ, ജീവൻ സാറിന്റെ കാര്യം പറഞ്ഞ പോലെ, പോയില്ലെങ്കിൽ എന്താ? ഒന്നുമില്ല, എന്നാൽ പോവാതിരിക്കുക. പോയില്ലെങ്കിൽ എന്താ? ഒന്നുമില്ല, പോവാതിരിക്കുക. ഡിലീഷൻ ആണ്, ഡിലീറ്റ്. പോയേ പറ്റുള്ളൂ. പഴയ കാരണവന്മാര് കല്യാണത്തിന് പോയേ പറ്റുള്ളൂ. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടാണ് അവർ കാണുന്നത്. ആക്ച്വലി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുമ്പോഴാണ് ഇവർ ഇതിന്റെ പിന്നാലെ നടക്കുന്നത്. ഈ പറഞ്ഞ പോലെ, രമേശ് പറഞ്ഞ പോലെ തന്നെ, ഇമ്പോർട്ടൻസി എന്താണെന്നുള്ളതും അർജൻസി എന്താണെന്നുള്ളതും മനസ്സിലാക്കുന്നില്ല. ശരിയാണോ? ശരിയാണോ? ഇന്നത്തെ പോയിന്റ് കറക്റ്റ് ആണോ? ഒറ്റ സിംഗിൾ പോയിന്റ് നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. 1 മണിക്കൂർ സമയം പോയി, അതിനിടയ്ക്ക് പവർ പറ്റിച്ചു. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് സാർ. നമ്മൾ പാളി പോകുന്നത് ഈ എക്സിക്യൂഷനിലാണ്. ശരിയല്ലേ? നമ്മുടെ കുറെ ടൈം ഫ്രീഡം അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. യെസ്. ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ശ്രമിക്കുന്ന കാര്യമാണ്. ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഹരിദാസേട്ടാ, ഞാൻ വീട്ടിലെ ഫങ്ഷൻസിനൊന്നും അങ്ങനെ പോവാറില്ല. അടുത്ത ആഴ്ച ഈ ഇരിക്കുന്ന രഞ്ജിനിയുടെ ബ്രദറിന്റെ കൊച്ചിന്റെ നൂലുകെട്ടുണ്ട്, ക്ഷണം വന്നിട്ടുണ്ട്. ഞാൻ പോകുന്നില്ല. അവിടെ എല്ലാവരും ഉണ്ടാവും, ഈ രഞ്ജിനി അടക്കമുള്ള എല്ലാവരും ഉണ്ടാവും അവിടെ. ഞാൻ പോകുന്നില്ല. ഇനി രഞ്ജിനി പോവില്ല. ഇനി പോയില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയില്ല. ഞാൻ ഫങ്ഷൻസിലൊന്നും കാര്യമായിട്ട് പോവാറില്ല. കുറെ വർഷങ്ങളായി, 2-3 വർഷങ്ങളായി. എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ പോലെ, ആ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ എനിക്ക് 2 കച്ചവടം കിട്ടുന്ന കേസാണെങ്കിൽ ഞാൻ പോകും. അർത്ഥം മനസ്സിലായോ? എനിക്കെതിരെയുള്ള ഏറ്റവും വലിയ കംപ്ലൈന്റ് എന്റെ അമ്മയ്ക്ക്, എന്റെ ഭാര്യയ്ക്ക്, എന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഉള്ള കംപ്ലൈന്റ് ഫംഗ്ഷനൊന്നും കിട്ടുന്നില്ല. എന്നാൽ ചില ഫംഗ്ഷനിൽ, ഞാൻ വീട്ടിലത്തെ ഫംഗ്ഷനിൽ പോയിട്ടുണ്ട്, അവരുടെ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ വന്നു എന്നുള്ളതാണ്. അല്ല, എനിക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു, വേറെ പ്ലാൻ ഉണ്ടായിരുന്നില്ലേ, അത്രേ ഉള്ളൂ. ഞാൻ അതിനെ ലെസ് ഇമ്പോർട്ടന്റും ലെസ് അർജന്റ് ആയിട്ട് കണ്ടു. ഐ ഡിലീറ്റഡ് ഇറ്റ്. ഇനി നിർബന്ധമായിട്ടും പോണ്ട കാര്യമാണ്, എന്നാൽ ഞാൻ തന്നെ പോണമെന്നില്ലാത്ത കേസിൽ ഞാൻ ആരെങ്കിലൊക്കെ വിടും. അമ്മ പോയിക്കോ, അല്ലെങ്കിൽ ഭാര്യ പോയിക്കോ, അല്ലെങ്കിൽ മറ്റുള്ളവർ പോയിക്കോ എന്ന് ഞാൻ പറയും. സീരിയസ്ലി, ഞാൻ എന്റെ എക്സിക്യൂഷനിൽ ഞാൻ വരുത്തിയ, കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് വരുത്തിയ മാറ്റം അതെനിക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് മുഴുവൻ കച്ചവടം വരാനുള്ള, ബിസിനസ് വരാനുള്ള, ക്യാഷ് ഫ്ലോ വരാനുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്, ലെസ് അർജന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, അർജന്റ് ആണ്. ഞാൻ എന്ത് ചെയ്യും? ഞാനത് അവിടെ ഇരുത്തി ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ അത് എനിക്കറിയില്ലെങ്കിൽ ഞാനത് പഠിക്കും, അല്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കാനുള്ള ആളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. ഒരിക്കലും ഞാൻ മാർക്കറ്റിംഗിൽ ഞാൻ നിർത്താറില്ല. ക്ലിയർ? 7 മണി ക്രോസ് ചെയ്തു, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സംശയങ്ങൾ ഇപ്പൊ ചോദിക്കണം. എനിക്കറിയാൻ ചോദ്യങ്ങൾ ഉണ്ടെന്നുള്ളത് ചോദിച്ചോ. അമ്പിളിയൊക്കെ ഇതാ അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നുണ്ട്, ചോദിച്ചോ. സാറ്, ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഞാൻ ഇതേ പ്രശ്നം ഒരു 14 വർഷം മുമ്പേ തുടങ്ങി ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞ പോലെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വിഷയമൊക്കെ ആയിരുന്നത്. അത് ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ എവിടെയെങ്കിലും ഒരു കല്യാണം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴായിരിക്കുള്ളൂ ചിലപ്പോ നമ്മൾക്കൊരു കസ്റ്റമർ, അന്ന് ചെക്കൊക്കെയാണ് അധികം തരുന്നത്. അമ്പിളി, ഞാൻ പോക്ക് നീട്ടി വെച്ചു, അല്ല പെട്ടെന്നാക്കി,
ഒരാഴ്ച കഴിഞ്ഞ് ചെക്ക് തരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ സംഭവമായിരിക്കുള്ളൂ അവര്. അപ്പൊ ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ഇന്ന് ഇത്ര മണിക്ക് ഞാൻ ഇവിടെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഒന്ന് കളക്ട് ചെയ്യണമെങ്കിൽ നന്നായിരുന്നു എന്ന് എങ്ങാനും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിന് പോകേണ്ട സമയം അങ്ങോട്ട് മാറും. അപ്പോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷെ ഞാനത് എനിക്ക് അത് ആരെയും വിടാനും സമ്മതിക്കൂല. ആരെയും വേറെ ആരെയും, അതായത് ഞാനിപ്പോ പുള്ളിനോടാണെങ്കിൽ പറയാം ഒന്ന് ചെന്നൊന്ന് വാങ്ങി, അല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം, കുഴപ്പമില്ല. പക്ഷെ ഇന്നത്തെ ദിവസം എന്തുകൊണ്ട് അത് പറ്റില്ല. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇത് ചെയ്യാനായിട്ട് അവര് സമ്മതിക്കൂലായിരുന്നു. അത്രയ്ക്ക് പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മളും വന്നിട്ടുണ്ട്. പക്ഷെ അർജന്റ് ആണ്, ആ ഒരു വരുമാനം ഫാമിലിക്ക് നല്ലതാണ്, അത് വേണം എന്നുള്ളത് വ്യക്തമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്, അവർക്കും അറിയാം. പക്ഷേ നമ്മളോട് ഫുള്ളായിട്ട് സഹകരിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ സ്ത്രീകളോട് ഞാൻ എന്നും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളോടും, എനിക്ക് ഒരുപാട് സ്ത്രീകൾ ക്ലയൻസ് ആയിട്ടുള്ള ആളാണ് ഞാൻ സ്ത്രീകളോട് എന്നും ഞാൻ പറയുന്ന കാര്യമുണ്ട്. നിങ്ങൾ എന്നും അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നു, നിർബന്ധിക്കപ്പെടുന്നു പോകുന്നു. കാരണം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാതെ പോകുന്നു. നിങ്ങളൊരു അർജന്റ് മെറ്റീരിയൽ ആയിട്ട് മാറുന്നു പല കാര്യങ്ങളും. അതിന് നിങ്ങളുടെ കയ്യിൽ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങളുടെ ബിസിനസ്സിലും കൊണ്ടുവന്നാൽ മാത്രമേ ഈ പറയുന്ന സ്ത്രീ ഡെവലപ്മെന്റും വിമൻ ഡെവലപ്മെന്റും ഒക്കെ നടക്കുള്ളൂ. സോ കയ്യിൽ കാശുണ്ടെങ്കിൽ, ഇപ്പൊ അമ്പിളി അത് നേരിടുന്നില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിന് കാരണം അമ്പിളി ഇതിന് കാശ് കൊണ്ടുവന്നിട്ടുണ്ട്, അമ്പിളി ഒരു വലിയ വരുമാന മാർഗമാണ്. സോ അമ്പിളിയെ ഈ കാര്യത്തിനൊന്നും കിട്ടില്ല എന്നുള്ള ബോധ്യം വീട്ടുകാർക്ക് നാട്ടുകാർക്കുണ്ട്. ഇപ്പൊ കല്യാണം ക്ഷണിക്കാൻ വരുന്നവർ ചോദിക്കുന്നത് കാര്യം അമ്പിളിക്ക് അന്ന് ഫ്രീ ആണോ എന്നായിരിക്കും. അല്ലാണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് വേണമെന്നല്ല. നിങ്ങൾ വരാത്തത് എന്താന്ന് ഒരാൾ പോലും ചോദിക്കില്ല. കാരണം നിങ്ങൾ തിരക്കുള്ള ആളാണെന്ന് അറിയാം. മുഖ്യമന്ത്രിയെ കല്യാണത്തിന് വിളിച്ചിട്ട് മുഖ്യമന്ത്രി വന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്തേ ചങ്ങായി പിണറായി വിജയേട്ടാ നിങ്ങൾ വരാൻ ചോദിക്കില്ല. കാരണം അത് അദ്ദേഹത്തിന് പ്രയോറിറ്റി വേറെയാണെന്നുള്ളത് മനസ്സിലാവും. ശരിയാണോ? അവര് പോലും ബന്ധുക്കളാണെങ്കിൽ പോലും അവര് ഞങ്ങള് വന്നിട്ട് വരാതിരുന്നത് അമ്പിളി വീട്ടിലുണ്ടോന്ന് അറിയില്ലല്ലോ, അമ്പിളി ഇവിടെ ഇല്ല, ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ജപ്പാനിലായിരിക്കും, അങ്ങനെയൊക്കെ പറയുന്നവര്. ശരിയാണ്, സംഭവം ശരിയാണ്. ഇപ്പോ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനത് ആദ്യമൊക്കെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ, എനിക്കറിയാം വളരെ അർജന്റ് ആണ് ഇതില്ലെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ മൊത്തത്തിൽ ബാധിക്കും അത്. പക്ഷെ ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ എന്നുള്ളത് പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ചെറിയൊരു വാക്ക് ആ ടെൻഷൻ ഇപ്പൊ മാറ്റിക്കും. നിങ്ങളുടെ കാര്യങ്ങളെ ഇമ്പോർട്ടന്റ് ആയിട്ടും അർജന്റ് ആയിട്ട് നോക്കുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് മോസ്റ്റ് അർജന്റ് ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെസ് അർജന്റ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. ലെസ് ഇമ്പോർട്ടന്റ് മോസ്റ്റ് അർജന്റ് ആയ കാര്യത്തിന് വേറെ വല്ലവരെയും പറഞ്ഞു വിടുക. 4ാമത്തെ കാര്യം, തെറ്റായോ? കറണ്ട് പോയി തോന്നുന്നുണ്ട്. പോയിട്ടുണ്ട്. സാറ് പറഞ്ഞിരുന്നു ഇടയ്ക്ക് ഫോണിന്റെ ഇതാണ്ട്. സാറ് ഞങ്ങള് ലേഡീസ് സംസാരിക്കുമ്പോ മനസ്സിലാക്കാറുണ്ട്. ഇപ്പൊ പുതിയ ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കുമ്പോ മറ്റേ മണിച്ചിത്രത്താഴ് സിനിമയിലെ ഡയലോഗ്, ഗംഗയും നകുലനും തമ്മിലുള്ള ഡയലോഗ് വരും. ഇപ്പൊ പോവണ്ട, അതായത് ഹസ്ബൻഡിന്റെ അർജന്റ് എന്ന് പറഞ്ഞ വേറെ കാര്യമായിരിക്കുള്ളൂ. അപ്പൊ ഈ ഫീൽഡിലുള്ളവരെന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അപ്പൊ ഞാൻ എന്താ പോയാലും അവര് നിങ്ങളെ ഡെലിഗേഷൻ ആയിട്ട് കാണുകയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ ഭാര്യയെ ഞാൻ കല്യാണത്തിന് ഞാൻ വിടുക എന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്റെ ഭാര്യയെ ഞാൻ ഡെലിഗേഷന് വിടുകയാണ്. എന്റെ ഭാര്യയെ എന്താ പറയുക, അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കിടക്കുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയാനുള്ള ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ 3ാമതൊരാളെ കണ്ടുപിടിക്കണം അവിടെ ഡെലിഗേഷന്. ശരിയല്ലേ? ശരി, പറയും. ഇനി അടുത്ത ചോദ്യം. ആരൊക്കെ അൺമ്യൂട്ട് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു? ചോദിക്കും. ബൈജു ചെയ്തിട്ടുണ്ടായിരുന്നു, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ചോദിക്കും. സാർ, ഇതില് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ഇമ്പോർട്ടന്റ് തന്നെയല്ലേ? മാർക്കറ്റിംഗ് ആണ് അതിൽ ഇമ്പോർട്ടന്റ്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിൽ ഒരു സംശയമില്ല, ഒരു ചോദ്യമില്ല അതിൽ. താങ്കൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് താങ്കളുടെ മാർക്കറ്റിങ്ങിനും താങ്കളുടെ സെയിൽസിനും.
ക്ലിയർ? ഹലോ. ഇനി വേറെ ചോദ്യങ്ങൾ ക്ലിയർ ആവുന്നില്ലേ? യെസ് സർ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് ലെസ് അർജന്റ് ഒരു എക്സാമ്പിൾ പറയാവോ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് ലെസ് അർജന്റ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെസ് അർജന്റ്. ഓക്കെ, ശരി. തന്റെ ഓവർസീസ് എടുക്കുകയാണെങ്കിൽ തന്റെ ടീം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പറയാം, ഓക്കെ, ഒരു അഡ്മിഷനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കേസ്. ഓക്കെ, ഓൾറെഡി അഡ്മിഷൻ എടുക്കുന്നുണ്ട്, അല്ല ശരി, ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സർ കട്ട് ആവുന്നുണ്ട്. തനിക്കുള്ള എക്സാം ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? പിങ്കിക്ക് ഞാൻ മെസ്സേജ് ചെയ്യാം കേട്ടോ. എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അതൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ സാർ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെസ് അർജന്റ്. ഹലോ സാർ. സാറിന്റെ കണക്ഷൻ കട്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. സാർ ഇപ്പൊ റീകണക്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്റെ പേര് നസർ എന്നാണ്. അപ്പൊ ഞാൻ ഒരു 5 വർഷമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻസ് ലെസ് അർജന്റ്. ഞാൻ ട്രെയിനിങ് ഫീൽഡിലാണ്. അപ്പൊ ഞാൻ ഏകദേശം 5 വർഷമായിട്ട് എനിക്ക് പലപ്പോഴും നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷനൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു മാരേജ് ഫംഗ്ഷൻ സൺഡേ പ്രോഗ്രാമാണ് ഞാൻ പോകുന്നത്. ചിലപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരു മൺഡേ ആയിരിക്കും. ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന് കൊടുക്കാറുള്ളത്. അപ്പൊ ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്റെ പ്രയോറിറ്റി എന്ന് പറയുന്ന ട്രെയിനിങ് ഫീൽഡിലാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ അവർക്ക് തന്നെ അറിയാം, പല ആളുകൾക്കറിയാം ഞാൻ എന്നെ വിളിച്ചാൽ കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ ഞാൻ അത് കൊടുക്കാറുണ്ട്. പിന്നെ എന്റെ ലൈഫിൽ പലപ്പോഴും സാറ് പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെസ് അർജന്റ് അതായിട്ടൊരു ഞാൻ പറയാം. എനിക്ക് കാറുണ്ട്, പക്ഷെ എനിക്ക് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഞാൻ ട്രെയിനിങ് പ്രോഗ്രാമിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതാണ് എന്റെ വരുമാനം എന്ന് പറയുന്നത്. ട്രെയിനിങ് ആണ് എന്റെ വരുമാനം. കാർ സർവീസ് പിന്നെ മതി, അത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. അത് ഒരാളെയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കോൾ സെന്ററിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരു 300 കൊടുത്തിട്ട് എറണാകുളത്ത് എവിടെയാണ് 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കാറ് കൊണ്ട് സർവീസ് നമ്മുടെ പ്രോപ്പർട്ടി കൊണ്ടുവന്നിടും. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ വരുമാനം എന്ന് പറയുന്നത് എന്റെ ട്രെയിനിങ് തന്നെയാണ്. അപ്പൊ അതിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മറ്റുള്ള പല ഫംഗ്ഷനുണ്ട് ഞാൻ പോകാറില്ല. അപ്പൊ ഇത് ഞാൻ പറയുന്നു. അപ്പൊ എന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക? അത് പ്രയോറിറ്റി. സാറ് പറയുന്ന പോലെ തന്നെ എന്താണ് എനിക്ക് ഇൻകം കിട്ടുന്നത് അതിന് നമ്മൾ പ്രയോറിറ്റി. കല്യാണമോ മറ്റുള്ള സർവീസോ സൂപ്പർ മാർക്കറ്റോ പർച്ചേസോ ഒന്നുമല്ല. അതൊക്കെ നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് എനിക്ക് ഇപ്പം. സാറ് കട്ടായി പോയിരുന്നു അല്ലേ? അതെ അതെ അതെ. ബാംഗ്ലൂരൊക്കെ ആയതുകൊണ്ട് ഇഷ്യൂസ് ഉണ്ടാവും. സാറുണ്ടല്ലോ ലൈനില്. സാറ് ഡിസ്കണക്ട് ആയി പോയത് എനിക്ക് അങ്ങനെ. ഇല്ല, സാറുണ്ടല്ലോ, സാറുണ്ട്. പക്ഷെ എന്തോ സാറിന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പൊ സാർ പറഞ്ഞു നാളെ ബാക്കി ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സാറിന് അത് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ശ്രീ സാറിന് പേഴ്സണൽ ആയിട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞിപ്പോ. കേൾക്കുന്നുണ്ടോ? ഓക്കെ, നെറ്റിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാ. എനിവേ നമുക്കിത് ഇതിന് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നാളെ നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഗ്രൂപ്പിലിടാം. അപ്പോ ഇത് നമുക്ക് സാറ്റർഡേ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സാറ്റർഡേ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു. അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രൂപ്പിൽ ഇടുക കേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു.